ഹെക്ടറിങ് പറഞ്ഞ ആ വാചകം അവിടെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ പെട്ടെന്ന് തന്നെ പിടിച്ചു പറ്റിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തന്റെ അടുത്തേക്കുന്ന ആളോട് പറഞ്ഞു, ഹേയ്, അത് കൊള്ളാമല്ലോ. ആ ശൈലിയിൽ ഒരാള് നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടോ? ആ ചോദ്യം ഉന്നയിച്ച ആ ചെറുപ്പക്കാരൻ സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് സമീപത്ത് സോളിറ്ററി ഷാഡോ സിറ്റിയിൽ വെച്ച് എമിലി ബ്ലാക്കിനെ തടഞ്ഞ അതേ കഥാപാത്രമാണ്. ഹെവൻലി ഡിവിനേഷൻ സെക്ഷന്റെ യങ് മാസ്റ്റർ വെൻ സുയാനാണ് ആ കഥാപാത്രം. അവൻ അതിശക്തനാണ്. അന്ന് എമിലി സ്പേഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൻ എമിലിയേക്കാൾ ശക്തനാണെന്നുള്ള ധാരണ അവനുള്ളത് കൊണ്ടാണ് ആ പുഞ്ചിരി അന്ന് വിരിഞ്ഞത്. വൻ ശബ്ദത്തോടു കൂടി വേറൊരു ടീം കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ടീമിന്റെ മുന്നിലുള്ള ആളെ കണ്ടപ്പോൾ ഈ ഹോളി റീജിയനിലുള്ള മുഴുവൻ ആളുകളും ശരിക്കും സ്തംഭിച്ച് നിശ്ചലരായി അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. വന്ന ആളുടെ പേര് ഷിതിഗർഭ എന്നാണ്. ഗോസ്റ്റ് വേൾഡിന്റെ അധിപനാണ്, അല്ലെങ്കിൽ അതിന്റെ ജനറലാണ് ഷിതിഗർഭ. ആ ഷിതിഗർഭയെ മാർക്ക് ഫെല്ലർ നേരത്തെ കണ്ടിട്ടുണ്ട്. ഗോസ്റ്റ് വേൾഡിൽ മാർക്ക് ഫെല്ലർ ഓരോ ലെവലുകളും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അന്ന് ആ 7th ലെവലിൽ ശ്രീഹരിക്കൊപ്പം ഉണ്ടായിരുന്നത് സ്ഥിതിഗർഭയാണ്. ആ സ്ഥിതിഗർഭ അവിടെ എത്തിയതും അയാളുടെ ദൃഷ്ടികൾ മാർക്കിൽ പതിയുകയും ചെയ്തു. മാർക്കിനെ കണ്ടതും അയാൾ മാർക്കിന് നേരെ വിരൽ ചൂണ്ടി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഗോസ്റ്റ് വേൾഡിൽ നിന്ന് നിന്നെ രക്ഷിക്കാനായി ആ സ്കോളർ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് നൽകിയ അത് എന്റെ സ്വന്തമാണ്, അതെനിക്കിപ്പോ തിരികെ വേണം. ഷിതിഗർഭയുടെ ആ ഡയലോഗ് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു അമ്പരപ്പുണ്ടാക്കുകയാണ്. അതിന്റെ കാരണം മാർക്ക് ഫെല്ലർ ഗോസ്റ്റ് വേൾഡിൽ പോയിരുന്നു എന്ന് ഷിതിഗർഭ തന്നെ അനൗൺസ് ചെയ്തതാണ്. ഗോസ്റ്റ് വേൾഡിലേക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് പോകാൻ കഴിയുക മരിച്ചാൽ മാത്രമാണ്. ജീവനോടെ ഒരാൾ അവിടെ പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിശക്തർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മാർക്ക് ഫെല്ലർ ആ ഗോസ്റ്റ് വേൾഡിൽ പോയി തിരികെ വന്നിരിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നതോ സാക്ഷാൽ ഷിതിഗർഭയുമാണ്. ഷിതിഗർഭയെ ഭയത്തോടെ നോക്കുന്ന ആളുകൾ ഷിതിഗർഭ പറഞ്ഞ ആ ഡയലോഗ് കേട്ടതും അവരുടെ നോട്ടം സ്വാഭാവികമായിട്ടും മാർക്കിലോട്ട് പതിയുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ആ വിഷയത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. മാർക്കിനെ അന്ന് ആ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ശ്രീഹരിയാണെന്നാണ് മാർക്ക് ഇതുവരെ ധരിച്ചിരുന്നത്. ശ്രീഹരി എന്തോ ആക്ഷൻ കാണിച്ചപ്പോൾ മാർക്കിന് തൻ്റെ രൂപം വീണ്ടെടുക്കാൻ പറ്റുകയും അവിടുന്ന് അതിവേഗം പുറത്തു പോകാൻ കഴിയുകയും ചെയ്തു എന്നാണ് മാർക്ക് കരുതിയത്. പക്ഷെ ഇപ്പോൾ മാർക്ക് അറിയുന്നു, മാർക്കിനെ ആ ഗോസ്റ്റ് വേൾഡിൽ ഓരോ ലെവലും കടന്നു പോകാൻ കൂടെ നിന്ന് സഹായിച്ച, അല്ലെങ്കിൽ മാർക്ക് ആ ലെവലിൽ കടക്കുമ്പോൾ മാർക്കിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആ സ്കോളറാണ് മാർക്കിനെ സഹായിച്ചത്. ആ സ്കോളറെ മാർക്ക് ആദ്യം പരിചയപ്പെടുന്നത് സ്കൈ സിറ്റിയിൽ വെച്ചാണ്. പിയാവോയുടെ ആ സ്കൈ സിറ്റിയിൽ ഒരു മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് ആ സ്കോളറെ ആദ്യം കണ്ടിരുന്നു. അന്ന് തന്നെ അയാൾ മാർക്കിന് അയാളുടെ ഒരു ടെക്നിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ആളുകളുടെ ജന്മങ്ങളെക്കുറിച്ചുള്ള അറിവ് ഏതൊരാളിലേക്കും പകരാൻ അയാൾക്ക് എളുപ്പം പറ്റും. മാർക്കിന്റെ മുൻ ജന്മങ്ങളും നിലവിലുള്ള ജന്മവും ഭാവിയിൽ ഉണ്ടാകുന്ന ജന്മങ്ങളൊക്കെ അയാൾ പെട്ടെന്ന് മാർക്കിന് മുന്നിൽ അവതരിപ്പിച്ചത് മാർക്കിന് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അയാൾ ആ റീഇൻകാർണേഷൻ ടെക്നിക്കിൽ അവിശ്വസനീയവിധം ശക്തനാണ്. ആ വ്യക്തിയെ മാർക്ക് രണ്ടാമതൊരിക്കൽ കാണുന്നത് ചാങ്മാങ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബോഡിയിൽ കയറിയ ആ ശാപത്തെ, വിഷത്തെ മാറ്റാനുള്ള സഹായം തേടിയാണ്. അന്ന് മാർക്കിനെ അയാൾ സഹായിച്ചിരുന്നു. മൂന്നാമത് മാർക്കിന് ഇതാ ഗോസ്റ്റ് വേൾഡിൽ വെച്ചും പുള്ളി സഹായിച്ചിരിക്കുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ സംഭവവികാസത്തിന് സാക്ഷിയായ അതിശക്തനായ ഒരാൾ മാർക്കിനെ നോക്കി അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഇവൻ നമുക്കൊരു അസറ്റ് തന്നെയാണ്. ഈ ഹ്യൂമൻ റേസിന് ശരിക്കും ഇവൻ നാളെ ഒരു വലിയ ഗുണമായി മാറും. മാർക്ക് ഫെല്ലറെ ആദ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. അയാളുടെ പേര് ജിയാങ് ഷെഫ് എന്നാണ്. അയാള് ഹെവൻലി സോഡ് സെക്ഷന്റെ ലീഡറാണ്. ഷീഷയുടെ ബ്രേക്ക് ത്രൂ ഒരുപാട് ആളുകളെ ആകർഷിച്ചിരിക്കുകയാണ്. ആകർഷിച്ചിരിക്കുന്നതൊക്കെയും ടോപ്പ് ലെവൽ കക്ഷികളെയാണ്. ഹെവൻലി സോഡ് സെക്ഷന്റെ ജിയാങ്ങും ഹെവൻലി ഡിവിനേഷൻ സെക്ഷന്റെ വെൻ സുയാനും ഒക്കെ സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിൽ വന്നുപെടുന്ന ആളുകളല്ല. ഈ ഹോളി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിൽ ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ കൂടി കാര്യങ്ങൾ നടത്തി പോവുകയാണെങ്കിലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത, എന്നാൽ അവരെപ്പോലെ ശക്തരായ സെക്ഷനുകൾ വേറെയും ഉണ്ട്. ആ സെക്ഷനുകളിൽ ഒന്നാണ് ഈ ഡിവിനേഷൻ സെക്ഷൻ, മറ്റൊന്നാണ് ഈ സോഡ് സെക്ഷൻ.
ഇതുപോലെ വേറെയും സെക്ഷനുണ്ട്. മാർക്ക് അവരെ പറഞ്ഞത് കേട്ടില്ല, പക്ഷേ മാർക്ക് ക്ഷിതിഗർഭ പറഞ്ഞത് കേട്ടു. ക്ഷിതിഗർഭയെ നോക്കിക്കൊണ്ട് മാർക്ക് പറഞ്ഞു, ഏയ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് സ്വയത്തമാക്കിയതാണ്. ആ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് മാർക്ക് ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ട്. ആ അറിവുകളിൽ ഒന്ന് അവിടെയുള്ള ആ മഞ്ഞ നദികളുടെ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ്. ബ്രീത്ത് ഓഫ് യെല്ലോ സ്പ്രിങ്സ് എന്ന ആ സ്പെല്ല് മാർക്ക് അവിടെ നിന്ന് നേടിയതാണ്. അതുപോലെ ആ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് മാർക്ക് പല അറിവുകൾ നേടിയിട്ടുണ്ട്. അതിനൊപ്പം മാർക്കിന് കിട്ടിയതാണ് ശരിക്കും ആ ബ്രഷ്. ആ ബ്രഷിനെ കുറിച്ചായിരിക്കും ക്ഷിതിഗർഭ സൂചിപ്പിക്കുന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ക്ഷിതിഗർഭയുടെ കയ്യിൽ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന ബുക്കുണ്ട്. ആ ബുക്കിൽ എഴുതേണ്ട ബ്രഷാണ് മാർക്കിന്റെ കയ്യിലുള്ളത്. മാർക്ക് ഫെല്ലറോട് ക്ഷിതിഗർഭയും അതുപോലെ ഹെക്ടർ ടെങ്ങും പറഞ്ഞ ഡയലോഗുകൾ സദാപൂർവം കേട്ടു നിൽക്കുന്ന മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്. ക്വിൻലാൻഡ് സെക്ഷന്റെ അധിപൻ സി ഷിങ് ആണത്. സി ഷിങ്ങിന്റെ മുഖത്ത് ആ സംഭാഷണം ഒരു പുഞ്ചിരി വരുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ എത്തിയിരിക്കുന്ന ഓരോ ആളുകളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളേക്ക് ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട്. ഹോളി റീജിൽ സാധാരണഗതിയിൽ വരാത്ത ആളുകളൊക്കെയാണ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഡീമൺ റൈസിനെ പ്രതിനിധീകരിച്ച് എമോട്രക്രൈനും ശ്രീറാമും വൻതോതിൽ ഡീമൻസും ഉണ്ട്. ഗോസ്റ്റ് വേൾഡിൽ നിന്ന് എത്തിയിരിക്കുന്നത് ക്ഷിതിഗർഭയാണ്. അതേസമയത്ത് മോൺസ്റ്റർ റൈസിൽ നിന്ന് ഏകദേശം 6000-ഓളം 4 ജോഡി ചിറകുകളുള്ള ഡീമനുകളും അവിടെ തൊട്ടു മുന്നിലായി ഗോഡ്ലി കിങ്ങുകളുമുണ്ട്. ആ ഗോഡ്ലി കിങ്ങുകളിൽ ഏറ്റവും മുന്നിൽ 2 ആളുകളാണ്. അതിൽ ഒരാളാണ് സാക്ഷാൽ ഫോളൻ ഗോഡ്ലി കിങ് എന്ന് വിളിക്കുന്ന ഹെക്ടർ ടെങ്. മറ്റേയാള് മോൺസ്റ്റർ റൈസിന്റെ ജനറലാണ്. ഹെക്ടർ ടെങ്ങും ആ ജനറലും മാർക്കിനെയും മാർക്കിന്റെ കൂടെയുള്ള ഹ്യൂമൻ റൈസ് വാച്ചിനെയും ഒന്ന് വീക്ഷിച്ചിട്ട് ഹോളി റീജിയനിലെ ആ ഷീ കുടുംബത്തിനോടൊപ്പം അണി നിരന്നിരിക്കുന്ന ബാക്കിയുള്ള ആളുകളേക്ക് ഒന്ന് വീക്ഷിക്കുകയാണ്. ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം ഹോളി റീജിയനിൽ എല്ലാവർക്കും ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് കുടുംബത്തിന്റെയും ഷീ കുടുംബത്തിന്റെയും അതുപോലെ മറ്റ് പ്രമുഖ കുടുംബങ്ങളുടെയും എല്ലാ ആളുകളും സ്ഥലത്തുണ്ട്. അതിശക്തരുടെ ഒരു വൻ നിര തന്നെ ആ ഹോളി റീജിയൻ പ്രൊട്ടക്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു എന്നറിയാം. ആ ഹോളി റീജിയൻ പ്രൊട്ടക്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. മോൺസ്റ്റർ റൈസിന്റെ വൻ സേനയും അതുപോലെ ഡീമൺ റൈസിന്റെ വൻ സേനയും അവിടെയുണ്ട്. ഡീമൺ റൈസിന്റെ സേന ഈ ഹോളി റീജിയൻ അറ്റാക്ക് ചെയ്യുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. ഹോളി റീജിയന്റെ ഭാഗമായ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്താണ് ഡീമൺ റൈസുകാരുള്ളത്. അവിടെ നിന്ന് അവർക്ക് ഇങ്ങോട്ടേക്ക് കടക്കാൻ എളുപ്പമാണ്. പക്ഷെ മോൺസ്റ്റർ റൈസ് ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്. മോൺസ്റ്റർ റൈസിന്റെ ആ വരവ് അതുകൊണ്ടാണ് ആ ഹോളി റീജിയനിൽ അത്ഭുതമുണ്ടാക്കിയത്. സകലരും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഹെക്ടർ ടെങ്ങിനൊപ്പമുള്ള ആ ജനറൽ ഉറക്കെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഇവിടെ ഒരു ശക്തൻ ബ്രേക്ക് ത്രൂവിന് ശ്രമിച്ചത് ഞങ്ങൾക്ക് എന്തായാലും ഗുണപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഹോളി റീജിയനിലേക്ക് കടക്കാനുള്ള വഴി ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടിയത്. ഷൈൻ്റെ മുകളിലേക്ക് വൻതോതിൽ മിന്നലുകൾ വർഷിച്ചപ്പോൾ ആ എൻറ്റയർ മേഖലയിലേക്ക് മിന്നലിന്റെ ആ ഇടപെടലുണ്ടായി. ആ അതിശക്തമായ മിന്നലുകൾ ഷൈന് ചുറ്റുമുള്ള മേഖലകളിൽ പ്രതിരോധിക്കാൻ മാത്രമേ ഷൈനൊപ്പമുള്ള ആളുകൾക്ക് പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ആ അതിശക്തമായ മിന്നലുകൾ ചില ഭാഗത്തെങ്കിലും ഹോളി റീജിയനിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷനെ തകർത്തിരിക്കുകയാണ്. ആ പ്രൊട്ടക്ഷൻ തകർന്ന ഭാഗത്തുകൂടിയാണ് മോൺസ്റ്റർ റൈസുകാർ അവിടേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. മോൺസ്റ്റർ റൈസിന്റെ ജനറൽ പറഞ്ഞ വാചകത്തിൽ നിന്ന് ഹോളി റീജിയനിലെ ആളുകൾക്ക് ഏതാണ്ട് കഥ മനസ്സിലായി. ഒരുപാട് മോൺസ്റ്റർ റൈസുകാരാണ് ഹോളി റീജിയനിലേക്ക് എത്തിയിരിക്കുന്നത്. അതിശക്തരായ ഏതാനും ആളുകൾ വരുന്നത് പോലെയല്ല ഒരു വൻ സേന വരുന്നത്. ആ സേനയ്ക്ക് കടന്നു വരാൻ കഴിയുന്ന ശൈലിയിൽ ഒരു വിള്ളൽ ഹോളി റീജിയനിൽ ഷൈൻ്റെ ആ ബ്രേക്ക് ത്രൂ സമയത്ത് ഉണ്ടായി എന്ന് ജനറൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതും ഹെക്ടർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെക്ടർ ടെങ് ആകാശത്തേക്ക് ഒന്ന് കുതിച്ചുയർന്നു. തറയിൽ നേരത്തെ ലാൻഡ് ചെയ്തിരുന്ന ആ ഹെക്ടർ വീണ്ടും മുകളിലേക്ക് കുതിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കൂറ്റൻ രൂപത്തെയാണ്. കൂറ്റൻ ചിറകുകളുമായി ഹെക്ടർ ടെങ് ആകാശത്ത് അങ്ങനെ നിൽക്കുകയാണ്. അയാൾ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ നോക്കുമ്പോൾ അതിശക്തനായ ഒരു ജീവി താഴേക്ക് നോക്കുന്ന ഒരു പ്രതീതിയാണ് താഴെ നിൽക്കുന്ന ആളുകൾക്ക് തോന്നുക. താഴെ നിൽക്കുന്ന കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളെ മുകളിൽ നിൽക്കുന്ന കൂറ്റൻ പരന്ന് നോക്കുന്ന പോലെ ഹെക്ടർ ടെങ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് അവൻ്റെ വലത് കൈ ഒന്ന് ഉയർത്തിയതും ആ കൈ പെട്ടെന്ന് ഒരു ജൈജാൻറ്റിക് കൈയായി മാറി. ഒരു കൂറ്റൻ കൈ.
ആ കൂറ്റൻ കൈ നിമിഷ നേരം കൊണ്ടാണ് അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടത്. ആ കൈ രൂപപ്പെട്ടതും അവൻ മാർക്ക് ഫെല്ലർ നേരെ ആകാശത്ത് നിന്ന് ആ കൈ ഉയർത്തി ആഞ്ഞൊരൊറ്റയാടി. കൈ നിവർത്തിയാണ് ഹെക്ടർ ടെങ് താഴേക്ക് അടിച്ചത്. ആ കൂറ്റൻ കൈ എങ്ങനെ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രഷർ ശരിക്കും അതിശക്തമാണ്. താഴേക്ക് വൻതോതിൽ പ്രഷർ ചെലുത്തപ്പെടുകയാണ്. ആ പ്രഷർ മാർക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് താഴേക്ക് വരുന്നത്. പക്ഷേ ആ പ്രഷർ ചുറ്റുമുള്ള എല്ലാ ആളുകൾക്കും ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ ആ കൈയുടെ പ്രഷർ അനുഭവപ്പെടുന്ന ഭാഗത്ത് നിന്ന് ഇരുവശത്തേക്ക് മാറുമ്പോൾ മാർക്ക് ഫെല്ലർ തനിക്ക് ചുറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സിംഗുലാരിറ്റി ഫ്രെയിമുകൾ സൃഷ്ടിച്ചു. ചെറിയ ചെറിയ ഫ്രെയിമുകളാണ്. മാർക്കിന് ചുറ്റുമുള്ള സ്പേസിനെ 10,000 കഷ്ണങ്ങളായി മാർക്കിനെ കീറി മുറിച്ചു എന്ന് പറയാം. അങ്ങനെ കീറി മുറിക്കുമ്പോൾ മാർക്കിന് ചുറ്റും അങ്ങനെ 10,000 വലയങ്ങൾ രൂപം കൊള്ളുകയാണ്. അതിശക്തമായി മാർക്ക് ആ സ്പേസിനെ അങ്ങനെ കീറി ബാരിയറുകൾ ആക്കിയ ആ നിമിഷത്തിൽ ആ കൈ താഴേക്ക് താന്നിരുന്നു. മാർക്കിനും ആ കൈ തമ്മിലുള്ള അകലം ഏകദേശം ഒരു 6-7 അടി ആകുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ വലത് കൈയിൽ ആ ഗോസ്റ്റ് സോഡ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ആ ഗോസ്റ്റ് സോഡിലെ ഈവിൾ ഐയിലേക്ക് മാർക്കിന്റെ സോളിനെ ലയിപ്പിച്ച് ചേർത്തുകൊണ്ട് ആ നിമിഷത്തിൽ ആ സോൾ ഉയർത്തി ഒരു ഒറ്റവെട്ട്. അതിശക്തമായ മാർക്കിന്റെ ആ സോഡ് വീശലിന്റെ ഫലമായിട്ട് ആ സോഡിൽ നിന്ന് പച്ച പ്രകാശത്തോടൊപ്പം ഒരു സോൾ അറ്റാക്ക് കൂടി ഉണ്ടായി. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ കൂറ്റൻ കൈയിലേക്കുള്ള മാർക്കിന്റെ അതിശക്തമായ ആ വെട്ടൽ അവിടെ 2 തലത്തിലുള്ള ഊർജങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിന് ഇടയാക്കി. മോൺസ്റ്റർ റൈസിന്റെ ആ എനർജി ശരിക്കൊരു ഡീമനിക് എനർജിയാണ്. മാർക്ക് ഫെല്ലർ ഈ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സോൾ എനർജിയാണ്. ഗോസ്റ്റ് സോഡാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്നത്. ആയിരക്കണക്കിനെന്നോ 10,000കണക്കിനെന്നോ ലക്ഷക്കണക്കിനെന്നോ പറയാൻ കഴിയുന്ന സോളുകൾ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സോഡാണ്. ആ ആത്മാക്കളുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറുടെ ആ സോഡിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ആത്മാക്കൾ എല്ലാം കൂടി ചേർത്ത ആ എനർജിയും മോൺസ്റ്റർ റൈസിന്റെ സർവശക്തിയും സമാഹരിച്ചിരിക്കുന്ന ആ ജെയിന്റ് ഹാൻഡും തമ്മിലുള്ള കൂട്ടിമുട്ടൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കി. ഇതൊക്കെ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. അതിശക്തമായ ആ സ്ഫോടനം ഹെക്ടർ ടെങ് പ്രതീക്ഷിച്ചില്ല എന്ന് വ്യക്തമാണ്. ഹെക്ടർ ടെങ് പെട്ടെന്ന് പുറകോട്ട് മാറി. ഹെക്ടറിന്റെ ആ ജെയിന്റ് കൈ തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിന്റെ ഒരു ഷോക്ക് ഹെക്ടറിന്റെ കയ്യിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹെക്ടർ പെട്ടെന്ന് കുറച്ച് പുറകോട്ട് മാറി മുകളിൽ നിന്ന് മാർക്കിനൊന്ന് നോക്കി. മാർക്കുമായി ഹെക്ടർ ടെങ് ഏറ്റുമുട്ടിയിട്ട് അധിക നാളുകൾ ആയിട്ടില്ല. അന്നത്തെ മാർക്കല്ല ഇപ്പോഴത്തെ മാർക്കെന്ന് ആ ഒരൊറ്റ അറ്റാക്ക് വിളിച്ചു പറയുകയാണ്. ഹെക്ടർ മാർക്കിനെ പഠിക്കാനായി അല്പം പുറകോട്ട് മാറിയതും ആ മോൺസ്റ്റർ റൈസിലെ മോൺസ്റ്റേഴ്സ് മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ആ മോൺസ്റ്റർ റൈസിലെ ആളുകൾ മുന്നോട്ട് കുതിക്കുമ്പോഴും ഹെക്ടർ ടെങ് ശരിക്കും മാർക്കിന്റെ ആ സോഡ് എനർജി ഉയർത്തിയ ആ ശക്തിയാണ് അവലോകനം നടത്തുന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ ആ ഗോസ്റ്റ് സോഡിനകത്തേക്ക് അനവധി സ്പെല്ലുകൾ സംയോജിപ്പിച്ചിരുന്നു. മാർക്ക് ആ ഗോസ്റ്റ് വെടിൽ നിന്ന് പഠിച്ചെടുത്ത ബ്രീത്ത് ഓഫ് യെല്ലോ സ്പ്രിങ്സ് എന്ന് പറയുന്ന ആ സ്പെൽ, അതിനൊപ്പം മാർക്ക് ചേർത്തത് ഊജിയുടെ വേ ഓഫ് ഡിസ്ട്രക്ഷനാണ്. സകലതും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്പെല്ല് ഊജിയുടെ ശേഖരത്തിലുണ്ട്. ആ സ്പെല്ല് കൂടി മാർക്ക് അതിനോടൊപ്പം ചേർത്തു. അതിൻ്റെ കൂടെ കിങ്ഡം ഓഫ് ഡസ്ക് എന്ന് പറയുന്ന ഒരു സ്പെല്ല് കൂടി ഉണ്ട്. അതും ഈ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് മാർക്ക് നേടിയ ഒരു അറിവാണ്. ആ കിങ്ഡം ഓഫ് ഡസ്കിന്റെ ലക്ഷ്യം ആളുകളുടെ ഊർജത്തെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറുപ്പക്കാരനെ വയസ്സനാക്കുന്ന ഒരു ടെക്നിക്ക്. അങ്ങനെ ഒരു സ്പെല്ലാണ്. ഈ ഗോസ്റ്റ് വേൾഡിനകത്ത് മുഴുവൻ ആളുകളെ പെട്ടെന്ന് പ്രായമാക്കി മരണത്തിലേക്ക് കൊണ്ടുവരുന്ന ടെക്നിക്കാണല്ലോ ഉപയോഗിക്കുക. ഇവിടെ മാസ്ക് ആ സ്പെല്ലാണ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത്. ആ സ്പെല്ലും ആ ബ്രീത്ത് ഓഫ് യെല്ലോ സ്പ്രിങ്സും അതുപോലെ വേ ഓഫ് ഡിസ്ട്രക്ഷനും ഈവിൾ ഐയും ആ ഗോസ്റ്റ്ലി സോഡിലേക്ക് ചേർക്കുമ്പോൾ അതിനകത്തുള്ള ലക്ഷക്കണക്കിന് സോളുകളും കൂടി അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാക്കിയിരുന്നു. ആ പ്രഷർ നൽകിയ ശക്തിയാണ് ശരിക്കും ആ ജൈജാന്റിക് കൈയിനെ തകർക്കാൻ മാർക്കിനെ സഹായിച്ചത്. മുകളിലേക്ക് പറന്നുയർന്നു മാറിയിരിക്കുന്ന ഹെക്ടർ ടെങ് താഴെ നടക്കുന്ന ആ യുദ്ധം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഹെക്ടർ ടെങ് ആ യുദ്ധം വീക്ഷിക്കുമ്പോൾ ഹെക്ടർക്കൊപ്പം ഉണ്ടായിരുന്ന ആ മോൺസ്റ്റർ വംശത്തിന്റെ ജനറൽ മുന്നോട്ട് കുതിക്കുകയും കയ്യിലിരുന്ന ആ കൂറ്റൻ എല്ലുകൊണ്ടുള്ള വടി കൊണ്ട് അതിശക്തമായി മാർക്ക് ഫെല്ലർക്ക് നേരെ ആഞ്ഞ് അടിക്കുകയും ചെയ്തു. മാർക്ക് ഫെല്ലർക്ക് നേരെ ആ ഹാൾ ബേർഡ് കൊണ്ട് അയാൾ ആഞ്ഞ് അടിച്ചതും മാർക്കിന്റെ തൊട്ട് മുന്നിലേക്ക് ഒരു ചെറിയ പെൺകുട്ടി കയറി നിന്നു. മാർക്ക് ഫെല്ലർ നേരത്തെ
ആ ജി കുടുംബത്തിലേക്ക് പോയി പൗലിൻ മാസ്റ്ററെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഗോസ്റ്റ് സോഡിന്റെ അടുത്ത് മാർക്ക് എത്തിയിരുന്നു. അന്ന് ആ ഗോസ്റ്റ് സോഡ് മാർക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്കിന്റെ മുന്നിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഇപ്പോൾ മാർക്കിന്റെ മുന്നിലേക്ക് വന്നത്. മാർക്കിന്റെ മുന്നിലേക്ക് കയറിയ ആ കൊച്ചു പെൺകുട്ടി മാർക്കിന് നേരെ ആഞ്ഞടിച്ച് ആ വടിയിൽ അവളുടെ കുഞ്ഞു കൈകൊണ്ട് ഒരു പിടി. തികച്ചും അമ്പരിപ്പിക്കുന്ന കൃത്യതയിൽ ആ കൊച്ചു പെൺകുട്ടി ആ വടി അങ്ങ് പിടിച്ചു. മോൺസ്റ്ററൈസിന്റെ ജനറൽ തന്റെ ഫുൾ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കിനെ ആകാശത്തൂടെ പാഞ്ഞു വന്ന് മുകളിൽ നിന്ന് താഴേക്ക് ആഞ്ഞങ്ങ് അടിച്ചത്. അവിടെയാണ് മാർക്കിന്റെ മുന്നിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ കൊച്ചു പെൺകുട്ടി കടക്കുന്നതും ആ വടി പിടിക്കുന്നതും. ഈ സമയത്ത് ആ വടി സൃഷ്ടിച്ച അതിശക്തമായ പ്രഷർ ആ കൊച്ചു പെൺകുട്ടിയുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ബാധിക്കാതിരിക്കാൻ അവളുടേതായ ഒരു ഓറ റിലീസ് ചെയ്തിരിക്കുകയാണ്. വളരെ കൂളായിട്ട് ആ പെൺകുട്ടി ആ ജനറലിന്റെ അടി തടുത്തത്. ആ അടി തടുത്തു എന്ന് മാത്രമല്ല, ആ വടിയിലേക്ക് പിടിച്ച ആ കൊച്ചു പെൺകുട്ടി ആ വടി പിടിച്ചെടുത്ത് തിരിച്ചൊരൊറ്റ അടി അടിക്കുകയും ചെയ്തു. ആ വടി പിടിക്കുന്നതും അടി തിരിച്ച് അയാളുടെ പുറത്തു വീഴുന്നതുമൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് സംഭവിച്ചത്. ഈ സമയത്ത് പല സ്ഥലത്തും യുദ്ധം നടക്കുകയാണ്. അതിനിടയിലാണ് ആ ജനറലിന്റെ നെഞ്ചിലേക്ക് ആ ഹാൾബേഡ് ആ പെൺകുട്ടി അടിച്ചു കയറ്റിയത്. ആ ഹാൾബേഡ് എന്ന ആ എല്ലുകൊണ്ടുള്ള ആ വടി അയാളുടെ നെഞ്ചിൽ പതിച്ചതും ആ മോൺസ്റ്റർ ജനറൽ ഒരുപാട് പുറകോട്ട് തെറിച്ചു. ശരിക്കും അയാൾ ആ അടിയേറ്റ് ഒത്തിരി ദൂരേക്ക് തെറിച്ചെങ്കിലും തറയിൽ അയാൾ കാലുകുത്തി തന്നെ നിന്നു. അയാൾക്ക് പെട്ടെന്ന് ബാലൻസ് വീണ്ടെടുക്കാൻ പറ്റിയെന്ന് പറയാം. തറയിൽ കാലുകുത്തി നിന്ന ആ മോൺസ്റ്റർ ജനറൽ ഷിയാങ് യുവാൻ തന്നെ എടുത്തെറിഞ്ഞ ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. ആ പെൺകുട്ടിയുടെ പുറത്തുള്ള ഡ്രസ്സിൽ അവരുടെ സെക്ഷന്റെ പേര് തെളിഞ്ഞു കാണാം. ഡിവൈൻ നൈറ്റ് സെക്ഷൻ. ഡിവൈൻ നൈറ്റ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി. അവർക്ക് പ്രായമുണ്ട്, കണ്ടാൽ ഒരു പെൺകുട്ടിയാണെന്നേ ആർക്കും തോന്നത്തുള്ളൂ. അന്ന് മാർക്ക് ഫെല്ലർ ജി കുടുംബത്തിൽ വെച്ച് ആ ഗോസ്റ്റ് സോഡ് കയ്യിലെടുത്തപ്പോൾ ആ പെൺകുട്ടി മാർക്കിന്റെ അടുത്തേക്ക് വന്നിരുന്നു. മാർക്കിന്റെ അടുത്തേക്ക് എത്തിയ ആ പെൺകുട്ടി മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ സോഡിങ് വാങ്ങിക്കുകയും അത് മറിച്ച് തിരിച്ചു നോക്കിയിട്ട് മാർക്കിന് തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടി മാർക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാർക്ക് അന്ന് ശരിക്കും ഭയന്നു വരുന്നു. അതിശക്തിയാണ് ആ പെൺകുട്ടിയെന്ന് അന്നേ മാർക്കിന് തോന്നിയെന്നാണ്. പെട്ടെന്ന് അവൾ മാർക്കിനെ രക്ഷിച്ചതും മാർക്ക് അവളെ നോക്കി തൊഴുതു. സീനിയർ, താങ്ക് യു. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ആ ഹോളി റീജിയനിലെ ഷൈൻ്റെ വീടിന്റെ മുൻവശത്തുള്ള ആ വിശാലമായ പ്രദേശത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. മോൺസ്റ്ററൈസിലെ ആ 8 ചിറകുള്ള മോൺസ്റ്റേഴ്സ് മനുഷ്യരുടെ മുകളിലേക്ക് പാഞ്ഞു കയറുന്ന കണ്ടതും ആ കുൻലാൻഡ് സെക്ഷന്റെ അനിശ്ചിതരായ നേതാവ് ഷീഷിങ് ആ മോൺസ്റ്റേഴ്സിന് നേരെ തിരിഞ്ഞു. മോൺസ്റ്റേഴ്സും ഷീഷിങ്ങും തമ്മിലുള്ള അതിശക്തമായ ഒരു ഫൈറ്റ് ഒരു വശത്ത് നടക്കുകയാണ്. അതേ സമയത്ത് ഡീമൺ റൈസിലെ എമോട്ടർ ക്രെയിനും ശ്രീറാമും മാറി നിന്ന് കാഴ്ച കാണുകയാണ്. ഡീമൺ റൈസിലെ ഡീമൺസ് പക്ഷേ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുകയാണ്. ഒരു ഭാഗത്ത് ഡീമൺ റൈസും ഹ്യൂമൻ റൈസും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു, മറുഭാഗത്ത് മോൺസ്റ്റർ റൈസും ഹ്യൂമൻ റൈസും തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. അതിശക്തമായ ആ ഫൈറ്റ് അങ്ങനെ അരങ്ങേറുമ്പോൾ ഈ കാഴ്ച മുകളിൽ നിന്ന് വീക്ഷിക്കായിരുന്ന ഹെക്ടർ ചെങ് അതിവേഗം താഴേക്ക് പാഞ്ഞു വന്നു. മാർക്കിന് നേരെ പാഞ്ഞു വന്ന ഹെക്ടർ ചെങ് തന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് മാർക്കിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ്. സ്പെല്ലുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ അതിശക്തമായ ആ ബോഡി മാർക്കിന്റെ പ്രതിരോധം തകർക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഹെക്ടർ ചെങ് താഴേക്ക് പാഞ്ഞു വരുന്നത്. മുകളിൽ നീക്കിയായിരുന്ന ഹെക്ടർ ചെങ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാർക്കിനെ പഠിച്ചു എന്ന് വ്യക്തം. മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്ന ഹെക്ടർ ചെങ് അതിശക്തമായി മാർക്കിനെ പഞ്ച് ചെയ്തെങ്കിലും അവിടെ മാർക്ക് ഉണ്ടായിരുന്നില്ല. മാർക്കിന്റെ ഇമേജിലാണ് ശരിക്കും ഹെക്ടറുടെ കൈ പതിച്ചത്. മാർക്ക് അതിവേഗം അവിടെ നിന്ന് മാറി. ഹെക്ടർ തൊട്ടു പുറകെ മാർക്കിനെ കണ്ട ഭാഗത്തേക്ക് എത്തുകയും അതിശക്തമായി മാർക്കിനെ പഞ്ച് ചെയ്യുകയും ചെയ്തു. മാർക്കിന്റെ പുറത്തോട്ടില്ല. മാർക്കും ഹെക്ടറും തമ്മിൽ ആകാശത്ത് ശരിക്കും ഒരു കള്ളനും പോലീസും കളി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഹെക്ടർ മാർക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിശക്തമായി അറ്റാക്ക് ചെയ്യാണ്. ഹെക്ടറുടെ പഞ്ച് മാർക്കിന്റെ പുറത്ത് വീണാൽ മാർക്ക് അവസാനിക്കുമെന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഇടിയാണ് ഹെക്ടർ മാർക്കിന് മുകളിൽ കൊടുക്കുന്നത്. പക്ഷെ മാർക്ക് വളരെ വിദഗ്ധമായി ഒടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് എമിലി ബ്ലാക്ക് മാർക്കിനെ പഠിപ്പിച്ച സ്പേഷ്യൽ പവർ ഓഫ് ദ ഒറിജിനാണ്. ശരിക്കും സ്പേഷ്യൽ പവർ ഉപയോഗിക്കുന്നതിൽ എമിലി അതിവിദഗ്ധയാണ്.
ഹെക്ടർ ടെങ്ങിന്റെ മനസ്സിനെ ഒന്ന് കബളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മാർക്ക് ഫെല്ലർ തന്റെ ഇമേജ് അവിടെ നിലനിർത്തിയിട്ട് അടുത്ത സ്പേസിലേക്ക് മാറുക. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ 8ഉം 10ഉം സ്പേസിലേക്ക് മാർക്ക് ഇങ്ങനെ മാറുകയാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും മാർക്കിന്റെ ഇമേജ് ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട്. ഹെക്ടർ ടെങ് സകലത്തിനെ ഇടിച്ച് തകർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോവുകയാണ്. ഈ കലാപരിപാടി അവിടെ ആ മുകളിൽ നടക്കുമ്പോൾ താഴെ എമിലി ബ്ലാക്കും ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും ചാങ് ബാങ്ങും അങ്കിൾ ഗുവാനും ബാക്കി യോദ്ധാക്കളും ഒക്കെ ഹ്യൂമൻ റേസിന് വേണ്ടി അതിശക്തമായി മോൺസ്റ്റേഴ്സിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മോൺസ്റ്റർ റേസും ഹ്യൂമൻ റേസ് വാച്ചും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരെ സഹായിച്ചുകൊണ്ട് ആ ക്യുൻലാൻഡ് സെക്ഷന്റെ സി ഷിങ്ങും ഉണ്ട്. അതിഭീകരമായ ഒരു യുദ്ധം തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് കുടുംബത്തിലെ ടാൻഷി ബ്ലാക്കും ഗുവാൻ ബ്ലാക്കും അതുപോലെ ഷീ കുടുംബത്തിലെ ലീമാൻ ഉൾപ്പെടെ എല്ലാവരും രംഗത്തുണ്ട്. അവര് ഇപ്പോൾ എതിരിടുന്നത് ഡീമൺ റേസുകാരെയാണ്. ഗു കുടുംബത്തിലെയും നീ കുടുംബത്തിലെയും അതുപോലെ ജിയാൻ കുടുംബത്തിലെയും യോദ്ധാക്കളും രംഗത്തുണ്ട്. അതിനു പുറമെയാണ് വിവിധ സെക്ഷനിലെ ആളുകൾ. ആ ഡിവൈൻ നൈറ്റ് സെക്ഷന്റെ സെക്ഷൻ ലീഡർ ആ കൊച്ചു പെൺകുട്ടിയും അവരുടെ സംഘവും അതിശക്തമായി മോൺസ്റ്റർ റേസുകാരെ നേരിടുകയാണ്. മോൺസ്റ്റർ റേസിനെ ആ ഡിവൈൻ നൈറ്റ് സെക്ഷനും മാർക്കിന്റെ ഹ്യൂമൻ റേസ് വാച്ച് സെക്ഷനും അതുപോലെ സൂഷിങ്ങുമാണ് നേരിടുന്നത്. ഡീമൺ റേസിനെയാണ് ബാക്കിയുള്ള ആളുകൾ നേരിടുന്നത്. ഡീമൺ വംശക്കാരും അതുപോലെ മോൺസ്റ്റർ വംശക്കാരും രണ്ട് ഭാഗത്തുകൂടി മനുഷ്യരുടെ ആ വംശത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് ഹെക്ടർ ടെങ്ങും മാർക്കും തമ്മിലുള്ള യുദ്ധം സമാനതയില്ലാത്ത ശൈലിയിൽ അങ്ങനെ വികസിച്ചു വരികയാണ്. അതിശക്തമായ ആ ഫൈറ്റ് ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടും ഹെക്ടർക്ക് മാർക്കിന്റെ ബോഡി തൊടാൻ പറ്റിയിട്ടില്ല. ഏകദേശം 12 മിനിറ്റ് ആയപ്പോൾ ഹെക്ടർ ടെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് ആകാശത്തേക്ക് കുറച്ചുകൂടി പൊങ്ങിയ ഹെക്ടർ ടെങ് അവന്റെ കൈ ഒന്ന് അനക്കിയതും ഹെക്ടർ ടെങ്ങിന്റെ തലയ്ക്ക് മുകളിലായി അതിശക്തമായ കറുത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ചുറ്റും കൂരിരുട്ടെന്ന് പറയും പോലെ പെട്ടെന്ന് ആ മേഘങ്ങൾ അന്തരീക്ഷത്തെ ആകെ കറുപ്പിച്ചു എന്ന് പറയാം. ആ മേഘങ്ങൾ പൂർണ്ണമായും ഡാർക്ക് എനർജിയാണ്. ആ ഡാർക്ക് എനർജി ആ അന്തരീക്ഷത്തിൽ അങ്ങനെ അങ്ങ് നിറഞ്ഞതും മാർക്കിന് സ്പേസ് ഉപയോഗിച്ച് ഹെക്ടർ ടെങ്ങിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത പെട്ടെന്നാണ് അങ്ങ് മങ്ങിയത്. ഇതൊക്കെ അതിവേഗതയില സംഭവിക്കുന്നത്. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ശരിക്കും അന്തരീക്ഷത്തെ ഹെക്ടർ ടെങ് അങ്ങ് കറുപ്പിക്കുകയായിരുന്നു. പ്രകാശം ഒരു തുള്ളി പോലും താഴേക്ക് വീഴാതെ വന്നതും ഹെക്ടർ ടെങ്ങിനെ മാർക്കിനെ തൊട്ടു മുന്നിൽ കിട്ടിയെന്ന് പറയാം. ഹെക്ടർ ടെങ് ആ സൗരം ഉപയോഗിച്ചുകൊണ്ട് ആ നിമിഷത്തിൽ ഒരൊറ്റ ഇടി, ആ ഇടിയേറ്റ് മാർക്കിന്റെ ബോഡി ചിന്നിച്ചിതർന്നത് താഴെ നിൽക്കുന്ന ആളുകൾക്ക് വ്യക്തമായി കാണാം. അതിശക്തമായ ആ ഇടി മാർക്കിന്റെ ആർക്കും തകർക്കാൻ പറ്റാത്ത ആ സൂപ്പർ ബോഡിയാണ് ചിതറിച്ചിരിക്കുന്നത്. ആ ബോഡി അങ്ങനെ ചിതറുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ഹെക്ടർ ടെങ്ങിന്റെ മുഖത്ത് നമുക്ക് ദൃശ്യമാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ഹെക്ടർ ടെങ്ങിന്റെ മുഖം ഒന്ന് മങ്ങി. മാർക്കിന്റെ ബോഡി ചിതറിയ അതേ വേഗതയിൽ വീണ്ടും ആ ബോഡിയായി രൂപം മാറുകയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിലുള്ള ആ ഹാർട്ട് ഓഫ് ഓഷ്യൻ ഒരു സംഭവമാണെന്ന് ആ നിമിഷത്തിൽ തെളിയിക്കുകയാണ്. ഗു കുടുംബത്തിനെ ഗൂനെങ് മാർക്കിനെ കൈമാറിയിരിക്കുന്ന ആ ഹാർട്ട് ഓഫ് ഓഷ്യൻ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് പരിക്കുകൾ ഭേദമാക്കുന്നത്. അത് അറ്റുപോയ ഭാഗങ്ങളാണെങ്കിൽ പോലും ഉടൻ ശരിയാക്കിയെടുക്കും. മാർക്കിന്റെ ബോഡി ചിതറിയ ആ നിമിഷത്തിൽ വീണ്ടും മാർക്കിന്റെ ബോഡി ഉണ്ടായി വരികയാണ്. അത് കണ്ട ഹെക്ടർ ടെങ് വീണ്ടും മാർക്കിനെ ആഞ്ഞിടിച്ചു. മാർക്കിന്റെ ബോഡി ഉടൻ ചിതറി. പക്ഷെ അടുത്ത സെക്കൻഡിൽ ആ ബോഡി പഴയ സ്ഥിതിയിലായി. ഹെക്ടർ ടെങ് മാർക്കിനെ ഇടിക്കുമ്പോൾ ബോഡി പൊട്ടും. തിരിച്ച് കൈ വീണ്ടും ഇടിക്കാൻ എടുക്കുമ്പോഴേക്കും ആ ബോഡി പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടാവും. ഹെക്ടർ ഒരു ഡസൻ തവണയെങ്കിലും മാർക്കിന്റെ ബോഡി ഇടിച്ച് ചിതറിച്ചു എന്ന് പറയാം. പക്ഷെ അത്രയും സമയവും മാർക്കിന്റെ ബോഡി തിരിച്ച് പഴയ ശൈലിയിലെത്തി. ശരിക്കും ഒരു മാജിക് കാണിക്കുന്നത് പോലെ മാർക്ക് തൻ്റെ ബോഡിയെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. മാർക്ക് പണ്ട് ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാർക്കിന്റെ ബോഡി അനവധി തവണ ടെമ്പർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇതാ യുദ്ധത്തിൽ മാർക്ക് ബോഡി ടെമ്പർ ചെയ്യുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ പരിക്ക് പറ്റാത്ത ഒറ്റ ഭാഗ്യമേ ഉള്ളൂ. അത് മാർക്കിന്റെ ആ ഹോളി ബോണാണ്. ഗ്ലേസ്ഡ് ഹോളി ബോൺ എന്ന് പറയും. തിളക്കമുള്ള സ്ഫടികം പോലെ ഇരിക്കുന്ന ആ ബോൺ മാത്രമാണ് മാർക്ക്. ബാക്കിയൊക്കെ മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷത്തിൽ വേണമെങ്കിലും യോജിപ്പിക്കാനും വിഘടിപ്പിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ മാത്രമാണ്. ആ യാഥാർത്ഥ്യം ഹെക്ടർ ടെങ് തിരിച്ചറിയുമ്പോഴേക്കും അനവധി തവണ ഹെക്ടർ ടെങ് മാർക്കിന്റെ ബോഡിയിൽ ഇടിച്ചു കഴിഞ്ഞിരുന്നു. മുകളിൽ ആ കലാപരിപാടി നടക്കുമ്പോൾ
താഴെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന യുദ്ധം ശ്രദ്ധിക്കാൻ ആർക്കും പറ്റുന്നില്ലെന്ന് പറയാം. ലീമാനും ടിയാൻഷി ബ്ലാക്കും അതുപോലെ ജിയാങ് കുടുംബത്തിന്റെ തലവനും അവിടുത്തെ ഹോളി സണ്ണും എല്ലാം യുദ്ധത്തിൽ സജീവമായി ഇടപെടുകയാണ്. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ചാങ്മാങ്ങും ഹാങ്റേയും മിലിയും എല്ലാം രംഗത്തുണ്ട്. മാർക്കിനൊപ്പമുള്ള സകല ആളുകളും മോൺസ്റ്റർ റേസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. മോൺസ്റ്റർ റേസിനകത്തും ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, ഹ്യൂമൻ റേസിനകത്തും ആളുകൾ കൊല്ലപ്പെടുകയാണ്. മരിക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡിയും മോൺസ്റ്റേഴ്സ് ഡെഡ് ബോഡിയൊക്കെ അവിടെ എങ്ങനെ ചിതറുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിശക്തമായി എതിരാളിയെ തിരിച്ചടിക്കാൻ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെക്ടർ ടെങ് ഈ നിമിഷത്തിൽ അടുത്ത തന്ത്രത്തിലേക്ക് കടന്നു. ഹെക്ടർ ടെങ് മാർക്കിനെ ഇടിക്കുന്ന നിർത്തിയിട്ട് ഒന്ന് പുറകോട്ട് മാറി. ഹെക്ടർ ഓരോ നിമിഷവും മാർക്കിനെ പഠിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ശക്തി എന്താണെന്ന് പഠിച്ചിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അടുത്ത നിമിഷം ഹെക്ടർ വരിക. അങ്ങനെ ആ പദ്ധതിയുമായിട്ട് വരാൻ ഹെക്ടർക്ക് ഏതാനും നിമിഷങ്ങൾ മതി എന്നതാണ് ഇപ്പോൾ ഹെക്ടറിന്റെ പ്രത്യേകത. മോൺസ്റ്റർ റേസിന്റെ പാത്ത് ഓഫ് ഹെവന്റെ സപ്പോർട്ട് കിട്ടിയോടുകൂടി ഹെക്ടറിന്റെ യഥാർത്ഥ ശക്തിയേക്കാൾ ഒരുപാട് ലെവൽ ഹെക്ടർ വളർന്നിരിക്കുകയാണ്. ഹെക്ടറുടെ ഉള്ളിൽ പഴയ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീരെ ഇല്ല എന്ന് പറയാം. ഹെക്ടറുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരേ ഒരു കാര്യമാണ്. അവിടെ ആ മോൺസ്റ്റർ റേസിന്റെ ബലികർമ്മം നടക്കുന്ന സമയത്ത് ഹെക്ടറെ ആക്രമിച്ച് ഹെക്ടറുടെ കൈ വെട്ടിയെടുത്ത മാർക്ക് ഫെല്ലർ അയാളുടെ ശത്രുവാണ്. അതുമാത്രമാണ് അയാളുടെ മനസ്സിലുള്ളത്. അതിനു മുമ്പ് മാർക്കിനെ അയാൾക്ക് പരിചയമുള്ള കാര്യം ഇപ്പോൾ ഹെക്ടർ ഏതാണ്ട് പൂർണ്ണമായി മറന്നിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ കൊല്ലപ്പെടേണ്ട ആളാണെന്നുള്ള ഒറ്റ കാര്യമേ ഇപ്പോൾ ഹെക്ടറുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് തന്നെ പുറകോട്ട് മാറിയ ഹെക്ടർ അടുത്ത നിമിഷം തിരിച്ചടിക്കുമ്പോൾ മാർക്കിനെ ഏതാണ്ട് പൂർണ്ണമായും വിഴുകുന്ന ശൈലിയിൽ അതിശക്തമായ ഒരു ഫയർ ഡ്രാഗണായി അയാൾ മാറിയെന്ന് പറയാം. തീ തുപ്പുന്ന ഫയർ ഡ്രാഗണുമായി ആകാശ താഴേക്ക് ഹെക്ടർ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ആ തീ വീഴുന്ന എൻറ്റയർ സ്ഥലവും വെന്തും വെണ്ണീറാവുകയാണ്. സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലർക്ക് നേരെ ആ തീ പാഞ്ഞു വരുമ്പോൾ മാർക്ക് തന്റെ സർവ്വശക്തിയും എടുത്ത് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. മാർക്കിന് തന്റെ ബോഡി അത്തരം തീയിൽ സംസ്കരിച്ചെടുത്ത് പരിചയമുണ്ട്. ആ യൂണിക്കോൺ കോണ്ടിനെന്റിനകത്തെ അഗ്നിപർവ്വതത്തിനുള്ളിൽ തന്റെ ബോഡി ആ ശൈലി ടെമ്പർ ചെയ്ത മാർക്കിന് ആ തീ ഒരു വിഷയമായില്ല. മാർക്ക് അതിവേഗം ആ തീക്കുള്ളിലൂടെ മുന്നോട്ട് പാഞ്ഞ് ഒരൊറ്റ ഇടിക്ക് ഹെക്ടർ ടെങ്ങിനെ തെറിപ്പിച്ചു. ആ തീ കൊണ്ടുള്ള അറ്റാക്ക് മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ സഹായകരമല്ല എന്ന് മനസ്സിലാക്കിയതും ഹെക്ടർ ടെങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ആ സ്പെല്ലങ്ങ് പിൻവലിച്ചു. അടുത്ത നിമിഷത്തിൽ യഥാർത്ഥ 5th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരന്റെ ശക്തി ഹെക്ടർ മാർക്കിന് മുകളിലേക്ക് ഉപയോഗിക്കുകയാണ്. അതുവരെ മാർക്കിന്റെ ശക്തിക്കൊപ്പം നിന്ന് അയാൾ മാർക്കുമായി ഫൈറ്റ് ചെയ്തെങ്കിൽ പെട്ടെന്ന് അയാൾ ഒരു ലെവൽ മുകളിലേക്ക് കയറി. അയാളുടെ യഥാർത്ഥ ശക്തിയിലേക്ക് അയാൾ കയറുകയാണ്. ഹെക്ടർ ടെങ്ങിന്റെ ആ ശക്തി പെട്ടെന്നങ്ങ് വർദ്ധിച്ചത് സ്വാഭാവികമായിട്ടും ഹെക്ടറുമായി ഏറ്റുമുട്ടുന്ന മാർക്കിന് മനസ്സിലാകുന്നുണ്ട്. മാർക്കിനെ നോക്കി ഹെക്ടർ കൈയൊന്ന് അനക്കിയതും മാർക്കിന് ചുറ്റുമുള്ള എൻറ്റയർ വായും മാർക്കിനെ അങ്ങനെ പ്രസ് ചെയ്തു തുടങ്ങി. മാർക്കിന്റെ പുറത്തു തൊടാതെ ഹെക്ടർ വായുവിൽ നിന്നിട്ട് ആ രണ്ട് കൈയും ഒന്ന് ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് സകല സ്ഥലത്തു നിന്നും മാർക്കിലേക്ക് ഒരു പ്രഷർ ഇങ്ങനെ വരികയാണ്. അതിശക്തമായ പ്രഷർ മാർക്കിലേക്ക് അങ്ങ് വരുമ്പോൾ മാർക്കിന്റെ ബോഡി പതുക്കെ ഉടയുന്നത് താഴെ നിന്ന് ഈ അറ്റാക്ക് നോക്കുന്ന ആർക്കും ബോധ്യമാവും. ആ ശൈലിയിൽ ഒരു പ്രഷർ അങ്ങനെ വരികയാണ്. ഹെക്ടർ ചിരിച്ചുകൊണ്ട് രണ്ട് കൈയും വായുവിൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ചേർത്ത് വരികയാണ്. ഈ സമയത്ത് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള വായു ചുരുങ്ങി വരികയാണ്. മാർക്കിനെ അയാൾ അവസാനം ചേർത്ത് നാമവിശേഷമാക്കും എന്ന സ്റ്റേജ് എത്തിയതും പെട്ടെന്നാണ് എമിലി ബ്ലാക്ക് അവിടേക്ക് കുതിച്ചു കയറുന്നത്. എമിലി ബ്ലാക്കിന്റെ കൈയൊന്ന് ചടിച്ചതും മാർക്കിനും ഹെക്ടർ ടെങ്ങിനും ഇടയിൽ പെട്ടെന്ന് ഒരു കറുത്ത പ്രതലമുണ്ടായി. ഹെക്ടർ ടെങ് മാർക്കിന്റെ ചുറ്റുമുള്ള വായുവിനെ അങ്ങനെ ഞെരിച്ച് കൊണ്ടുവരുന്ന സമയത്താണ് ഹെക്ടർക്കിടയിൽ നിന്ന് പെട്ടെന്ന് വായു അങ്ങ് പിൻവലിക്കപ്പെട്ടത്. പെട്ടെന്ന് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഹെക്ടർക്ക് തൻ്റെ കൈയും മാർക്കിന്റെ ചുറ്റുമുള്ള വായുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത ശൈലിയിൽ ഹെക്ടർക്ക് ചുറ്റുമുള്ള മൊത്തം വായുവിനും എമിലി നിഷ്പ്രയാസം വലിച്ചു മാറ്റി. ശരിക്കും ആ വായുവിനെ എമിലി രണ്ട് വശത്തേക്ക് വലിച്ചു മാറ്റി എന്ന് പറയാം. ഹെക്ടർക്ക് തൊട്ടു മുന്നിൽ ഒരു ശൂന്യമായ പ്രതലമുണ്ടായതും ആ പ്രഷർ ചെലുത്താൻ ഹെക്ടർക്ക് പറ്റാതെ വന്നു. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറെ എമിലി പുറകോട്ട് വലിച്ചു. എമിലിയും മാർക്കും ഒത്തിരി പുറകോട്ട് മാറിയതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി താങ്ക് യു, മാർക്ക് നമുക്ക് ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാം.
അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തൂടി എമിലിയും മറുഭാഗത്തൂടി മാർക്കും അതിവേഗം ഹെക്ടർക്ക് നേരെ കുതിച്ചു. തനിക്ക് മുന്നിലുള്ള വായു വലിച്ചു മാറ്റപ്പെട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി പോയ ഹെക്ടർ ടെങ്ങിന്റെ മുകളിലേക്ക് ആ സ്പേഷ്യൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എമിലി ഒരു അറ്റാക്കിങ് നടത്തുകയാണ്. ഹെക്ടർ ടെങ്ങിന്റെ ചുറ്റുമുള്ള മൊത്തം വായുവിനെയും പെട്ടെന്ന് എമിലി അങ്ങ് വലിച്ചു മാറ്റിയതും മാർക്ക് ഫെല്ലറുടെ ആ ഈവിൾ ആയി ഘടിപ്പിച്ച ആ ഗോസ്റ്റ് സോഡ് അതിന്റെ പച്ച പ്രകാശം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാർക്ക് ഒരൊറ്റ വീശ്. ആ വാൾ വീശലിൽ മാർക്ക് ഫെല്ലർ വേ ഓഫ് ഡിസ്ട്രക്ഷനും ബ്രീത്ത് ഓഫ് യെല്ലോ സ്പ്രിങ്സും അതുപോലെ ആ സന്ധ്യ സ്പെല്ലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഒറ്റ സ്പെല്ലാക്കി മാറ്റിയതും ആ ശൂന്യതയെ മറികടന്നുകൊണ്ട് അത് ഹെക്ടർ ടെങ്ങിന്റെ പുറത്ത് പതിച്ചു. ഹെക്ടർ ടെങ്ങിന്റെ പുറത്ത് ആയിരക്കണക്കിന് വെട്ടുകളാണ് ആ സമയത്തുണ്ടായത്. ഹെക്ടറിന്റെ പുറത്ത് പതിക്കുന്ന വാൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശരിയിൽ മാർക്കിന്റെ ആ സോഡിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സോഡുകൾ ഒരുപാട് വാളുകളായി മാറി ഒന്നിച്ച് ഹെക്ടറെ അറ്റാക്ക് ചെയ്യായിരുന്നു. ഹെക്ടർ തല മുതൽ കാൽപാദം വരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാളുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു കയറിയതും ഹെക്ടറുടെ ബോഡി നൂറുകണക്കിന് കഷ്ണങ്ങളായി ചിതറി. ശരിക്കും ആ കഷ്ണങ്ങൾ ഹെക്ടറുടെ പുറത്തുനിന്ന് തെറിക്കുമെന്ന് മാർക്കും എമിലിയും കരുതുമ്പോൾ ഹെക്ടറുടെ ബോഡി അവരുടെ കൺമുന്നിൽ വീണ്ടും റീജനറേറ്റ് ചെയ്യപ്പെട്ടു. അവർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വേഗതയിൽ ഹെക്ടറുടെ ബോഡി പൂർണ്ണമായും പരിക്ക് രഹിതമാവുകയാണ്. ഹെക്ടറുടെ ബോഡിയിൽ അവരുടെ ആ വാൾ വീശൽ കൊണ്ട് അനവധി മുറിവുകൾ ഉണ്ടായത് അവരെ കണ്ണ് അടച്ചില്ല. അതിനു മുമ്പ് ആ മുറിവുകൾ ഭേദമാവുകയാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ എമിലിയോട് പറഞ്ഞു, എമിലി നീ പുറകോട്ട് മാറിക്കോ. അങ്ങനെ പറഞ്ഞ മാർക്ക് എമിലിയെ പുറകോട്ട് മാറ്റി. ഹെക്ടർ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. അയാൾ ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് അയാളുടെ രൂപം അങ്ങ് വലുതായത്. അയാളുടെ ആ രൂപം അങ്ങനെ വലുതായി വരുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടെ ഇപ്പോൾ യുദ്ധകളത്തിലെ പലരും കാണുകയാണ്. ശരിക്കും ഒരു പർവ്വതത്തോളം വലിപ്പത്തിലേക്ക് ഹെക്ടർ പെട്ടെന്ന് വലുതായി. അങ്ങനെ വലുതാകുന്ന സമയത്ത് ആ രൂപത്തിന്റെ ഭാരം കൊണ്ടാകണം ഹെക്ടറുടെ കാലുകൾ തറയിൽ തൊടുകയും ചെയ്തു. തറയിലേക്ക് ഹെക്ടർ തൊട്ടതും അയാൾ ചവിട്ടി ഭാഗം അങ്ങ് കുഴിഞ്ഞു തുടങ്ങി. ഒരു വൻ പാതാളം തന്നെ അവിടെ ഉണ്ടായെന്ന് പറയാം. ഹെക്ടർ നിമിഷ നേരം കൊണ്ട് ആ പാതാളത്തിനകത്തേക്ക് അങ്ങ് താണു. മാർക്കിന്റെ തൊട്ടു മുന്നിൽ തറ പിളർന്ന് ഒരു വൻ കുഴിയായി ആ കുഴിയിലേക്ക് ഹെക്ടർ അങ്ങ് താഴെ പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഒരാൾക്കും ഒരു പിടിയുമില്ല. മാർക്കും എമിലി ബ്ലാക്കും ചേർന്ന് ഹെക്ടറെ അറ്റാക്ക് ചെയ്തത് അവർ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ശൈലിയിൽ ഒരു വലിയ രൂപമായി മാറി ഹെക്ടർ അവസാനിച്ചതിൻ്റെ അർത്ഥമാണ് ആർക്കും കൊണ്ട് മനസ്സിലാക്കാത്തത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്കിന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. മാർക്കിന്റെ തൊട്ടു മുകളിൽ സാക്ഷാൽ ഹെക്ടർ ടെങ്ങിനെ മാർക്ക് കൺകോണിലൂടെ കണ്ടു. മാർക്കിന്റെ തൊട്ടു മുന്നിൽ ആ തറ പിളർന്ന് കൂറ്റൻ രൂപമായി ആ തറയ്ക്കുള്ളിലേക്ക് പാഞ്ഞു പോയ ആ രൂപം ഹെക്ടറുടെ ഒരു മായിക സൃഷ്ടിയാണെന്ന് മാർക്ക് ഫെല്ലർ മനസ്സിലാക്കുമ്പോഴേക്കും കൂറ്റൻ ചിറകുകളുമായി ഹെക്ടർ ടെങ് മാർക്കിന്റെ മുകളിലെത്തിക്കഴിഞ്ഞു. മാർക്കിന്റെ മുകളിലെത്തിയ ഹെക്ടർ മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കൈയും മാർക്കിനെ മുകളിലേക്കൊന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ പ്രകാശവും വായുവും എല്ലാം കൂടെ കൂടിച്ചേർന്ന അതിശക്തമായ ഒരു ഫോഴ്സ് മാർക്കിന്റെ തലയ്ക്ക് തൊട്ട് മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ആ ഫോഴ്സ് പ്രകാശ രൂപത്തിൽ മാർക്കിന്റെ പുറത്ത് ഇടിക്കുന്നതും സകലരും ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ പൊട്ടിച്ചിതറുന്ന കാഴ്ച. ശരിക്കും അവിടെ പ്രകാശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു വൻ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ സകലതും പൊട്ടിത്തെറിക്കും പോലെ മാർക്ക് ഫെല്ലറും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. സകല സ്ഥലത്തും ആ സ്ഫോടനത്തിന്റെ ഒരു ശക്തി വ്യാപിച്ചു എന്ന് പറയാം. ഏകദേശം ഒരു 200 അടിക്കുള്ളിൽ വേറെ ഒന്നും നമുക്ക് കാണാനില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. മാർക്ക് ഫെല്ലർ എന്ന ജീനിയസ് ഇതാ അവരുടെയൊക്കെ കൺമുന്നിൽ വെച്ച് പൊട്ടിച്ചിതറിയിരിക്കുന്നു. അങ്ങനെ പലരും കരുതുമ്പോൾ ഈ കാഴ്ച കണ്ട അങ്കിൾ ഗുവാന്റെ കയ്യിൽ ഒരു വള വന്ന് വീണു. മാർക്ക് ഫെല്ലറുടെ കയ്യിലുണ്ടായിരുന്ന ആ സുമേരി റിങ് ഇതാ അങ്കിൾ ഗുവാന്റെ കയ്യിൽ വന്ന് വീണിരിക്കുകയാണ്. ആ സുമേരി റിങ്ങിന്റെ ആദ്യത്തെ ഉടമ അങ്കിൾ ഗുവാനാണ്. അങ്കിൾ ഗുവാന് പുറമെ മാർക്കിനും എമിലി ബ്ലാക്കിനും മാത്രമേ ആ സുമേരി റിങ് നിയന്ത്രിക്കാൻ പറ്റൂ. അവരുടെ 3 പേരുടെയും ഡിവൈൻ സെൻസ് ആ റിങ്ങുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റിങ് കയ്യിലേക്ക് വീണതും അങ്കിൾ ഗുവാൻ അമ്പരപ്പോടെ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അങ്കിൾ ഗുവാൻ ആ ശബ്ദം കേട്ടു.
ആ സുമേരു റിങ്ങിനകത്ത് നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. അങ്കിൾ അങ്കിൾ ഒരു ഭാവമാറ്റവും കാണിക്കരുത്. ശബ്ദം എമിലി ബ്ലാക്കിൻ്റെതാണ്. മാർക്ക് നേരത്തെ എമിലിയെ മാറ്റിയതും എമിലി സുമേരു റിങ്ങിനകത്ത് കയറിയിരുന്നു. ആ എമിലിയുടെ ശബ്ദമാണ് ഇപ്പോൾ അങ്കിൾ ഗുവാൻ കേട്ടത്. ഒരു തരത്തിലുമുള്ള ഭാവമാറ്റവും കാണിക്കരുതെന്ന് എമിലി ബ്ലാക്ക് പറഞ്ഞതും അങ്കിൾ ഗുവാൻ ആ സ്ഫോടന സ്ഥലത്ത് നിന്ന് കുറച്ച് പുറകോട്ട് മാറി. ഈ സമയത്ത് ശരിക്കും ആ സ്ഫോടനം നടന്നതിൻ്റെ ചുറ്റുവട്ടത്തും ശക്തമായ യുദ്ധം നടക്കുകയാണ്. സുമേരു റിങ്ങിനകത്ത് എമിലി ബ്ലാക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു ഗ്ലേസ്ഡ് ഹോളിബോൾ അവിടെ കിടക്കുന്നത്. ആ ഗ്ലേസ്ഡ് ഹോളിബോളിലേക്ക് നോക്കിയ എമിലി ബ്ലാക്ക് പെട്ടെന്ന് അവിടെ വാങ് ഫങ് സൃഷ്ടിച്ചിരുന്ന ആ ഒരു ബൗണ്ടറി എടുത്ത്, ആ ഒരു എനർജി ബാരിയർ എടുത്ത് സുമേരു റിങ്ങിന് അകത്ത് തന്നെ ആ ഹോളിബോളിന് ചുറ്റുമായി മൂടി. അവർക്കറിയാം അത് മാർക്ക് ഫെല്ലർ ആണെന്ന്. അവൾ ആ എല്ലിനെ അങ്ങനെ മൂടുമ്പോഴേക്കും പുറത്ത് ഒരു കാര്യം സംഭവിച്ചു. ക്ഷിതിഗർഭയുടെ തൊട്ടടുത്തായി സാക്ഷാൽ ശ്രീഹരി എത്തി. ശ്രീഹരി ക്ഷിതിഗർഭയുടെ അടുത്തെത്തിയതും ക്ഷിതിഗർഭ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി തീർത്തേക്ക്. ഇതുവരെ മോൺസ്റ്റർ റേസും ഡീമൺ റേസും മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത്. ക്ഷിതിഗർഭ അവിടെ എത്തിയിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ശ്രീഹരി ക്ഷിതിഗർഭയുടെ അടുത്തെത്തിയതും ക്ഷിതിഗർഭ വന്ന വഴിയിലൂടെ 10,000-കണക്കിന് ഗോസ്റ്റ് വേൾഡിലെ യോദ്ധാക്കളും കൂടി സ്ഥലത്തെത്തി. ഗോസ്റ്റ് ആർമി സ്ഥലത്തെത്തിയത് കണ്ടതും ഇപ്പോൾ ആ ഹ്യൂമൻ റേസ് വാച്ചും അതുപോലെ ഹോളി റീജിയനിലെ ഹ്യൂമൻ യോദ്ധാക്കളും വല്ലാതെ കോർണർ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശ്രീഹരി മുന്നോട്ട് കുതിച്ചു. ഈ നിമിഷത്തിൽ ഡീമൺ റേസിന്റെ ഭാഗമായി നിൽക്കുന്ന ശ്രീറാം അനുജൻ ശ്രീഹരി മുന്നോട്ട് കുതിക്കുന്നത് കാണുകയും ചെയ്തു. ശ്രീറാമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശ്രീറാമും മുന്നോട്ട് കുതിച്ചു. ഒരു ഭാഗത്ത് ശ്രീറാമും ഡീമൺ റേസും അറ്റാക്ക് നടത്തുമ്പോൾ മറുഭാഗത്ത് ശ്രീഹരിയും ആ ഗോസ്റ്റ് റേസും കൂടി അറ്റാക്ക് തുടങ്ങി. അതേസമയത്ത് മറുഭാഗത്ത് മോൺസ്റ്റർ റേസിന്റെ ആ ആർമി ഹ്യൂമൻ റേസ് വാച്ചുകാരെ ഇടതടവില്ലാതെ ആക്രമിക്കുകയാണ്. അതിശക്തമായ ആ ഫൈറ്റ് നടക്കുമ്പോഴേക്കാണ് ശ്രീഹരി മുന്നോട്ട് കയറിയത്. ശ്രീഹരിയുടെ ആ വരവ് ഗുയാൻ ബ്ലാക്കിനെയും അതുപോലെ തണ്ടർ കോർട്ട്യാർഡിലെ അതിശക്തനായ ലീജനെയും പെട്ടെന്ന് ശ്രീഹരിയുടെ മുന്നിലെത്തിച്ചു. ലീജനും ഗുയാൻ ബ്ലാക്കും ശ്രീഹരിയുടെ ഇരുപുറത്തുമായി വന്നതും ശ്രീഹരി കൂടുതലും സംസാരിക്കാൻ നിൽക്കാതെ രണ്ടുപേരും ശക്തമായി പഞ്ച് ചെയ്യുകയാണ്. അതിശക്തമായ ശ്രീഹരിയുടെ പഞ്ചിനെ രണ്ടുപേരും അവരുടെ മാജിക്കൽ ആർട്ടിഫാക്റ്റുകളും അവരുടെ പവർ ഉപയോഗിച്ച് തടുത്തതാണ്. ഒരു മാജിക്കൽ യുദ്ധം തന്നെ പെട്ടെന്ന് അവിടെ അരങ്ങേറി. രണ്ടുപേരും അവരുടെ കയ്യിലുള്ള അതിശക്തമായ മാജിക് ആർട്ടിഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീഹരിയെ അറ്റാക്ക് ചെയ്തതും ആ അറ്റാക്കിനിടയിൽ ഒരു കാര്യം അവിടെ സകലരും കാണുകയാണ്. സാക്ഷാൽ ശ്രീഹരിയുടെ വലത് കൈ ആ ഗുയാൻ ബ്ലാക്കിന്റെ കഴുത്തിലിരിക്കുന്ന കാഴ്ചയാണ് പലരും കാണുന്നത്. കൃത്യമായി ആ കാഴ്ച കണ്ടത് ടിയാൻഷി ബ്ലാക്കാണ്. ടിയാൻഷി ബ്ലാക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ശൈലിയിൽ ശ്രീഹരി ആ ലീജനും ഗുയാൻ ബ്ലാക്കും കൂടി സൃഷ്ടിച്ച ആ മാജിക്കൽ തന്ത്രങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഗുയാൻ ബ്ലാക്കിന്റെ മുന്നിലെത്തുകയും ഗുയാൻ ബ്ലാക്കിന്റെ കഴുത്തെ പിടിച്ചിരിക്കുകയാണ്. ടിയാൻഷി ബ്ലാക്കിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ടിയാൻഷി ബ്ലാക്ക് ആ ശബ്ദം കേട്ടു. ടക്ക് ടക്ക് എന്ന് ആ കഴുത്തിലെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം. ഗുയാൻ ബ്ലാക്ക് എന്ന അതിശക്തനായ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ യോദ്ധാവ് അന്തരീക്ഷത്തിൽ രണ്ട് കഷ്ടങ്ങളായി ഒടിഞ്ഞ് താഴേക്ക് വന്നു വീഴുമ്പോൾ വല്ലാത്തൊരു നിശബ്ദത ബ്ലാക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലുണ്ടായി. അവരുടെ കൂട്ടത്തിലെ ശക്തനിൽ ശക്തനായിരുന്നു ഗുയാൻ ബ്ലാക്ക്. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ മറ്റൊരാളാണ്. അയാളെ പക്ഷേ ഒളിയിരുന്ന ഒരു ആക്രമണത്തിൽ, ഒരു അംബുഷ് അറ്റാക്കിൽ ഡീമൺ റേസുകാർ വകവരുത്തിയിരുന്നു. അതിനുശേഷം ഗുയാൻ ബ്ലാക്കിലായിരുന്നു അവരുടെ സകല പ്രതീക്ഷയും. ആ ഗുയാൻ ബ്ലാക്കിന്റെ ഡെഡ് ബോഡി താഴേക്ക് വീഴുമ്പോൾ ഗുയാൻ ബ്ലാക്കിനൊപ്പം ശ്രീഹരിയെ അറ്റാക്ക് ചെയ്ത ആ തണ്ടർ കോർട്ട്യാർഡിലെ നേതാവ് തറ തൊടാതെ തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ശരിക്കും അയാൾ ആകാശത്തൂടെ ഒരുപാട് ദൂരത്തേക്ക് ആ നിമിഷം മുങ്ങി എന്നതാണ് സത്യം. അയാൾ പോയ ദിക്കിലേക്ക് ശ്രീഹരി ഒന്ന് നോക്കിയെങ്കിലും ശ്രീഹരി അയാളെ ഫോളോ ചെയ്തില്ല. അതിന് പകരം ശ്രീഹരി തന്റെ കൈ ഒന്ന് ഉയർത്തി. ശ്രീഹരി കൈ ഉയർത്തിയിട്ട് തൊട്ട് മുന്നിൽ കാണുന്ന ആ ഹോളി റീജിയനിലെ യോദ്ധാക്കളെ മുഴുവനൊന്ന് നോക്കി. ശ്രീഹരി ആ മുഴുവൻ യോദ്ധാക്കളെയും സംഹരിക്കാനുള്ള ഊർജം തൻ്റെ ബോഡിയിലേക്ക് അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ ആ സമയത്ത് അവിടേക്ക് സാക്ഷാൽ ഷൈൻ പ്രത്യക്ഷപ്പെട്ടു. ആ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജ് സമയത്ത് മിന്നലുകളേറ്റ് ഷൈൻ്റെ ബോഡി ശരിക്കും പരിക്കേറ്റിരുന്നു. പക്ഷേ ആ പരിക്കുകൾ മറികടന്നുകൊണ്ട് ഇത് ഷൈൻ ശ്രീഹരിക്ക് മുന്നിലേക്ക് വന്നു. ശ്രീഹരി അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാനായി അതിശക്തമായി പഞ്ചിതപ്പാണ് ആ പഞ്ചിനെ തടുത്തുകൊണ്ട് ഷൈൻ കടന്നു വരുന്നത്.
ഷൈൻ ശ്രീഹരിയോട് പറഞ്ഞു, ഏയ് ശ്രീഹരി, ഇനി നമുക്ക് തമ്മിലാവാം. ശ്രീഹരിയെ എതിരിട്ടുകൊണ്ട് ഷൈൻ രംഗത്ത് വന്നതും അതുവരെ ആ ഹോളി റീജിയനിലെ യോദ്ധാക്കൾക്ക് ഇല്ലാതിരുന്ന ഒരു ആത്മവിശ്വാസം പെട്ടെന്ന് ഉണ്ടാവുകയാണ്. പെട്ടെന്ന് ആ എൻറ്റയർ ടീമിനും ഒരു വല്ലാത്ത കോൺഫിഡൻസ് വന്ന പോലെ. ഷൈൻ അവരുടെ സകലരുടെയും വല്ലാത്ത പ്രതീക്ഷയാണ്. സകല ആളുകളും ഷൈൻ്റെ കപ്പാസിറ്റി എന്തെന്നറിയാൻ വേണ്ടി ഷൈൻ്റെ ആക്രമണം ശ്രദ്ധിക്കുമ്പോൾ ഷൈൻ മുന്നോട്ട് കുതിച്ചു ഒരൊറ്റ ഇടിയേറ്റ് ശ്രീഹരി ഒരുപാട് ദൂരേക്ക് തെറിച്ചു. ഷൈൻ്റെ പവർഫുൾ ആയുള്ള പഞ്ച് ശരിക്കും ശ്രീഹരിയുടെ പുറത്ത് തൊട്ടിരുന്നില്ല. ശ്രീഹരിക്കും ഷൈനും ഇടയിൽ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഗ്യാപ്പിലുള്ള വായുവിനെ ഒരു വെടിയുണ്ട പോലെ കൺവേർട്ട് ചെയ്താണ് ഷൈൻ ആ വായു കൊണ്ട് ശ്രീഹരിയെ അറ്റാക്ക് ചെയ്തത്. ഇടിയേറ്റ് ദൂരേക്ക് തെറിച്ച ശ്രീഹരി ഒത്തിരി ദൂരേക്ക് പോയി വീണെങ്കിലും അവിടെ നിന്ന് സമ്മർ സാൾട്ട് അടിച്ച് തിരിച്ച് ഷിതികർപ്പയുടെ അടുത്തെത്തി. അത് കണ്ടതും ഷിതികർപ്പ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷൈൻ ശരിക്കും ശക്തനാണ്. ഷിതികർപ്പയും അതുപോലെ ശ്രീഹരിയും ഷൈൻ്റെ പവർ എത്രയുണ്ടെന്ന് അളക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനപ്പുറം ഷിതികർപ്പ മറ്റെന്തോ കൂടി പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീഹരിയെ ഒന്ന് തടുത്ത് ഷിതികർപ്പ അവിടെ നിർത്തിയത്. അതേസമയത്ത് ഗോസ്റ്റ് റേസിലെ ആ ഗോസ്റ്റുകൾ ഒരുമിച്ച് ആ ഹോളി റീജിയനിലെ യോദ്ധാക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും ഇഷ്ടം പോലെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഗോസ്റ്റ് ആയിട്ട് പോലും അവരുടെ സോളുകൾ അവസാനിപ്പിക്കാൻ ഇവിടെ നമ്മുടെ ഹ്യൂമൻ റേസിന് പറ്റുന്നുണ്ട്. മോൺസ്റ്റർ റേസും ഹ്യൂമൻ റേസ് വാച്ച് എന്നുള്ള യുദ്ധം രക്തരൂക്ഷിതമായി നടക്കുകയാണ്. സകല സ്ഥലത്തും യുദ്ധം കൊടുപിരി കൊള്ളുകയാണ്. ഈ സമയത്ത് ഹോളി റീജിയന്റെ ആ യുദ്ധത്തിന്റെ നേതൃത്വം ഹോളി റീജിയനിലെ ക്യൂൻ കുടുംബത്തിലെ ആ ജനറലാണ്. അയാൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ആ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങിയത്. വളരെ ശക്തി അവരുടെ എല്ലാവരുടെയും പുറത്ത് അനുഭവപ്പെടും പോലെ സകലർക്കും തോന്നിയ ആ നിമിഷത്തിൽ സകലരും അന്തരീക്ഷത്തിൽ ഒരാളുടെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അവരെല്ലാവരുടെയും ദൃഷ്ടി പതിഞ്ഞ മേഖലയിൽ പെട്ടെന്ന് ആ അന്തരീക്ഷത്തിൽ ഒരാളുടെ മുഖം ആളുകളൊക്കെ കണ്ടു. ഒരു സിൽവർ മാസ്ക് ആണ് ആദ്യം എല്ലാവരും കണ്ടത്. ആ സിൽവർ മാസ്ക് വെച്ച സ്ത്രീയുടെ മുഖം കണ്ടതും ഹോളി റീജിയനിലെ മുഴുവൻ യോദ്ധാക്കളും ശരിക്കും കാൽ വിരൽ മുതൽ വിറച്ചു തുടങ്ങി. ആ മാസ്ക് വെച്ച സ്ത്രീക്ക് 9 ജന്മങ്ങളാ ഉള്ളത്. ആ മാസ്ക് വെച്ച സ്ത്രീ അൺബിലീവബിളി ടാലന്റഡ് ആണ്. ഇതാ അനവധി കാലങ്ങൾക്ക് ശേഷം ആ മാസ്ക് വെച്ച സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ മാസ്ക് വെച്ച സ്ത്രീയെ അവസാനമായി ഹോളി റീജിയൻകാർ കാണുന്നത് അങ്ങ് പർഗേറ്ററിയിലാണ്. ആ ന്യൂസ് ഇപ്പം അവരുടെ കയ്യിലുണ്ട്. അന്ന് ഡീമൺ റേസിൻ്റെ ഒരു മുട്ടയുടെ രൂപത്തിലായിരുന്നു ആ മാസ്ക് വെച്ച സ്ത്രീയെ അവസാനം അവർ കണ്ടത്. ആ മുട്ട പൊട്ടി പുറത്തു വന്നത് അന്ന് ആ മാസ്ക് വെച്ച സ്ത്രീയാണ്. ആ സ്ത്രീ ഇതാ യുദ്ധകളത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഗോസ്റ്റ് റൈസിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിയ ആ മാസ്ക് വെച്ച സ്ത്രീ കൂടി ഏലിയൻസിന്റെ യുദ്ധത്തിന്റെ ഭാഗമായതോടുകൂടി ഹ്യൂമൻ റൈസ് ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലെത്തി. ആ നിമിഷത്തിലാണ് ഹോളി റീജിയനിലെ എൽഡേഴ്സ് ഒന്ന് മുഖത്തോട് നോക്കിയത്. മാസ്ക് വെച്ച സ്ത്രീയും ശ്രീഹരിയും ഷിതികർപ്പയും ഒരു ടീം, അവർക്കൊപ്പം ഒരു വൻ സേന. ഹെക്ടറ്റെങ്ങും ആ മോൺസ്റ്റർ ജനറലും ബാക്കിയുള്ള ആളുകളും ഒരു ടീം, അവർക്കൊപ്പം വേറൊരു കൂറ്റൻ സേന. 8 ചിറകളുള്ള ആ സേന അതിശക്തമായി മനുഷ്യന്മാരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗത്ത് ശ്രീറാമും എമോട്ടക്രൈനും ബ്ലാക്ക് ടോട്ടോയ്സും ആ വെർമീലിയൻ ബേർഡ് ഉൾപ്പെടെയുള്ള ഒരു വൻ ടീം, അവരും മനുഷ്യരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ മനുഷ്യരുടെ മുകളിൽ ആ ഏലിയൻ റേസുകൾക്ക് വിജയം ഉണ്ടായി വരുന്നു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ ആ ഹോളി റീജിയനിലെ ആ ഗ്രേറ്റ് കുടുംബങ്ങളിലെ ആളുകൾ, ആ ലീഡേഴ്സ് മുഖത്തോട് മുഖം നോക്കിയ ആ നിമിഷത്തിൽ ഒരു കാര്യം സംഭവിച്ചു. ഒരു ഫോർമേഷൻ പെട്ടെന്ന് സകല സ്ഥലത്തും ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആ ലീഡേഴ്സ് ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ എമോട്ടക്രൈൻ ശ്രീറാമിനോട് പറഞ്ഞു, ശ്രീറാം, നമ്മുടെ ആളുകളെ പിൻവലിച്ചു. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം ഇത് നടക്കാൻ പോവുകയാണെന്ന് ഉറപ്പാക്കുന്ന ഒരു ഡയലോഗാണ് എമോട്ടക്രൈൻ പറഞ്ഞത്. എമോട്ടക്രൈൻ പറഞ്ഞു കേട്ടതും ശ്രീറാം ഡീമൺ റേസിന് പിൻവാങ്ങാനുള്ള ഉത്തരവ് കൊടുത്തു. അതേ നിമിഷം തന്നെ ഷിതികർഭയും ശ്രീഹരിയും ഗോസ്റ്റ് റേസിന് പിൻവാങ്ങാനുള്ള ഉത്തരവ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആ മോൺസ്റ്റർ വംശത്തിലെ ജനറലും ചെയ്തത്. പിന്മാറാനുള്ള ഉത്തരവ് അയാളും കൊടുത്തു.
ആ 3 ടീമുകൾ അതിവേഗം പിന്മാറുമ്പോഴേക്കും അവിടെ ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ നിമിഷത്തിൽ ആ സുമേരു റിങ്ങിനകത്ത് താൻ സൃഷ്ടിച്ച ആ ബാരിയർ പതുക്കെ ഇളക്കി മാറ്റി എമിലി ബ്ലാക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ അവള് അമ്പരന്ന് പോവുകയാണ്. അവൾ നേരത്തെ കണ്ട ആ ഹോളി ബോണിന്റെ സ്ഥലത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ അങ്ങനെ കിടക്കുകയാണ്. മാർക്ക് ഫെല്ലർ 2 കൈയും കൊണ്ട് എന്തൊക്കെയോ ചെയ്യുകയാണ്. മാർക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് എമിലി മാർക്കിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതും മാർക്കിനെ കെട്ടിപ്പിടിച്ചതും എമിലിയെ മാർക്കും ആലിംഗനം ചെയ്തു. മാർക്ക്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഹേയ്, ഒരു മോൺസ്റ്ററുടെ നേതാവ് വിചാരിച്ചാൽ എന്നെ എന്ത് ചെയ്യാനാ? എമിലി, എന്തായാലും ഇത് എനിക്ക് ഗുണപ്പെട്ടു. മാർക്ക്, എനിക്കറിയാമായിരുന്നു നീ രക്ഷപ്പെടുമെന്നും, ഏതായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എമിലി ബ്ലാക്ക് പറഞ്ഞതും മാർക്ക് അവളോട് ചോദിച്ചു, അല്ല എമിലി, പുറത്ത് എന്തായി? മാർക്ക്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. തൽക്കാലം നമുക്ക് ഇവിടുന്ന് ക്വേങ് മൗണ്ടിലേക്ക് മടങ്ങാം. അങ്ങനെ പറഞ്ഞ എമിലി ബ്ലാക്ക് ആ ഹോളി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ആ സുമേരു റൂങ്ങിനെ അതിവേഗം ആക്ടിവേറ്റ് ചെയ്ത് അങ്കിൾ ഗുവാനും മാർക്കുമായി അതിവേഗം ഹുയാൻ മൗണ്ടിലേക്ക് തിരിച്ചു. അവരവിടെ എത്തിയതും മാർക്കുള്ള അടുത്തേക്ക് ചാങ്മാങ് ഓടി വന്നു. ഹേയ് മാർക്ക്, നീ അങ്ങനെ അവസാനിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നതാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാങ്മാങ് മാർക്കിന് ഒരു ഒറ്റ ഇടി. മാർക്ക് തിരിച്ച് അതുപോലെ ഒരു ഇടി ഇടിച്ചു. ശരിക്കും അവർ തമ്മിലുള്ള ആ സൗഹൃദം ഒരു വല്ലാത്ത സൗഹൃദമാണ്. സഹോദരന്മാരെക്കാൾ ഏറെ അടുപ്പം അവർക്ക് തമ്മിലുണ്ട്. മാർക്കും ചാങ്മാങ്ങും തമ്മിൽ അങ്ങനെ പറയുമ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാമായിരുന്നു നിനക്കൊന്നും പറ്റില്ലെന്ന്. ചാങ്മാങ്ങും ജൂ ഉൾപ്പെടെ എല്ലാവരും മാർക്ക് ഫെല്ലർ പൊട്ടിത്തെറിക്കുന്ന കണ്ടതാണ്. ആ പൊട്ടിത്തെറിയിൽ നിന്ന് മാർക്ക് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാർക്ക് എങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ രംഗം അവർ കണ്ടിരുന്നുവെങ്കിലും അവർക്ക് 2 പേർക്കും മാർക്ക് രക്ഷപ്പെടുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ തോന്നൽ ചോദിച്ച് 2 പേരുടെയും കയ്യിലില്ല എന്നതും ഒരു സത്യമാണ്. 2 പേരും മാർക്ക് എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയാനായി കൗതുകത്തോടെ മാർക്കിനെ നോക്കുമ്പോൾ അവിടേക്ക് ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും വന്നു. മാർക്ക് അവരെ കണ്ടതും 2 പേരും നോക്കി കൈകൂപ്പി. ചിരിച്ചുകൊണ്ട് ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ഞങ്ങളെ എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ്. നീ ആ 5th ലെവൽ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് സ്റ്റേജിലെ ഒരു യോദ്ധാവിനെയാണ് പരാജയപ്പെടുത്തിയത്. മോൺസ്റ്റർ റേസിലാണെങ്കിലും ഹെക്ടർ ടെങ് അതിശക്തനായിരുന്നു. അവൻ്റെ അറ്റാക്കുകൾ നീ അതിജീവിച്ചപ്പോൾ നിന്റെ ആ പാത്ത് ഓഫ് അനോമലി ഞങ്ങൾക്ക് 2 പേർക്കും ബോധ്യമായിട്ടുണ്ട്. മാർക്ക് പാത്ത് ഓഫ് ഹെവൻ്റെ രീതിയല്ല ഫോളോ ചെയ്യുന്നത്. മിക്കവാറും എല്ലാ യോദ്ധാക്കളും പാത്ത് ഓഫ് ഹെവനെ ഫോളോ ചെയ്യുന്നവരാണ്. ആ പാത്ത് ഓഫ് ഹെവനുമായി യോജിക്കുന്ന പാത്തുകൾ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെയൊക്കെ രീതി. മാർക്ക് അങ്ങനെ ശ്രമിച്ചപ്പോൾ മാർക്കിൻ്റെ പിതാവിൻ്റെ ഒരു ഇടപെടൽ മാർക്കിനെതിരെ ഉണ്ടായി. ശരിക്കും പിതാവ് മാർക്കിനെ തടുത്തു എന്ന് പറയാം. മാർക്ക് ഫോളോ ചെയ്യേണ്ടത് ആ ഊജിയാണ്. ഊജി ആ പാത്ത് ഓഫ് കൾട്ടിവേഷനെ മറികടന്ന് സ്വന്തമായി പാത്തുകൾ സൃഷ്ടിച്ച വ്യക്തിയാണ്. സ്വന്തം പാതകൾ വെട്ടിയുണ്ടാക്കി ആ പാതയിലൂടെ മുന്നോട്ട് പോയ ഊജിയെ പോലെ ആകണം മാർക്കെന്ന് മാർക്കിൻ്റെ പിതാവിന് ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ബലമായിട്ട് ആ പാത്ത് ഓഫ് ഹെവനിലേക്ക് കടക്കാൻ പോയപ്പോൾ മാർക്കിൻ്റെ പിതാവ് മാർക്കിനെ തടുത്തത്. അതിനുശേഷം മാർക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ മാർക്ക് തന്നെ വിളിക്കുക പാത്ത് ഓഫ് അനോമലി എന്നാണ്. തിരിച്ചറിയാൻ കഴിയാത്തൊരു പാത, യഥാർത്ഥ പാതയിൽ നിന്ന് മാറിപ്പോകുന്നൊരു പാത, അങ്ങനെ നമുക്കതിനെ വിളിക്കാൻ പറ്റും. മാർക്ക് ആ ഹെക്ടർ ടെങ്ങുമായുള്ള ആ ഫൈറ്റിൽ ശരിക്കും ഉപയോഗിച്ചത് മാർക്കിൻ്റെ ഡിവൈൻ ഐയുടെ 2ാം തലമാണ്. മാർക്ക് ഡിവൈൻ ഐയുടെ 2ാം തലം ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മാർക്കിന് ഹെക്ടർ ടെങ്ങിൻ്റെ ആ മോൺസ്റ്റർ ഓറയ്ക്കുള്ളിൽ കൃത്യമായും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു. ഹെക്ടർ ടെങ്ങിൻ്റെ പെരുവിരൽ മുതൽ തലമുടി വരെ കൃത്യമായും മാർക്കിന് സ്കാൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് മാർക്കിന് അതിശക്തമായി ഹെക്ടർ ടെങ്ങിനെ ആക്രമിക്കാനും ഹെക്ടർ ടെങ്ങിൻ്റെ ബോഡിയിൽ 100,000 മുറിവുകൾ ഉണ്ടാക്കാനും പറ്റിയത്. അത് മനസ്സിലാക്കിയിട്ടാണ് ഹെക്ടർ ടെങ് 2ാമത് ഹെക്ടർ ടെങ്ങിൻ്റെ സമ്പൂർണ്ണ കഴിവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിൻ്റെ മുന്നിൽ ആ സ്ഫോടനം നടത്തിയത്. ആ സ്ഫോടന സമയത്ത് മാർക്ക് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തത്. തൻ്റെ ബോഡി പൊട്ടിച്ചതിനെ അനുവദിച്ചുകൊണ്ട് ആ നിമിഷത്തിൽ മാർക്കിൻ്റെ കയ്യിലെ ആ സുമേരു റിങ്ങിലേക്ക് അവിശ്വസനീയമാം വിധം നുഴഞ്ഞ് കയറുകയായിരുന്നു. അതേ സമയത്ത് ആ റിങ്ങിനകത്തിരുന്നുകൊണ്ട് ആ റിങ് നിയന്ത്രിച്ച് ആ റിങ്ങിനെ അങ്കിൾ ഗുവാന്റെ കയ്യിൽ എത്തിക്കാനും മാർക്കിന് പറ്റിയിരുന്നു.
ആ സമയത്ത് മാർക്കിന്റെ സോൾ എനർജിയും മാർക്കിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡീമൻ എനർജിയും മാർക്ക് ഒരു സംയോജിപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കി. അതിന്റെ ഫലം കൂടിയായിട്ടാണ് മാർക്കിന്റെ ബോഡി പൊട്ടിത്തെറിച്ചത്. ശരിക്കും പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഹെക്ടറുടെ ആക്രമണത്തിൽ മാർക്കിന്റെ ബോഡി പൊട്ടിയെന്ന് തോന്നുക. മാർക്ക് ആ ബോഡി സ്വയം പൊട്ടിക്കുകയായിരുന്നു. മാർക്കിന് അത് ആരോടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. മാർക്ക് ആ കാര്യം ഡീൻലിയോടും ഫ്ലവർ ഗ്രാനിയോടും കൂടി നിൽക്കുന്ന മറ്റാളുകളോടൊക്കെ പറയുമ്പോൾ സകലർക്കും വല്ലാത്തൊരു അമ്പരപ്പ്. ഒരു യുദ്ധത്തിൽ സ്വന്തം ബോഡി പൊട്ടിച്ച് സോളിനെ പുറത്തെത്തിച്ച് ആ സോളിനൊപ്പം ബോഡിയുടെ ഏറ്റവും സർവപ്രധാനമായ ഭാഗം അവിടെ നിന്ന് ആരും കാണാതെ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. മാർക്കിന്റെ കയ്യിലിട്ടിരിക്കുന്ന ആ റിങ്ങിനകത്തേക്ക് മാർക്ക് കയറി പറ്റുക അതും അസംഭവ്യമാണ്. പക്ഷേ മാർക്കിന്റെ ബോഡി പൊട്ടിത്തെറിച്ചതും ആ റിങ് പുറത്തേക്ക് ചാടി ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡി ആ റിങ്ങിനകത്തേക്ക് കടക്കുകയായിരുന്നു. അതിന് മാർക്കിന് മറ വേണമായിരുന്നു. ആ മറയാണ് ആ സ്ഫോടനം ഉണ്ടാക്കിയ പ്രകാശം. മാർക്ക് ആ കാര്യങ്ങളൊക്കെ ഡീൻലിയോടും ഫ്ലവർ ഗ്രാനിയോടും പങ്കുവെച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ശരിക്കും വല്ലാത്തൊരു സന്തോഷമായി. ഫ്ലവർ ഗ്രാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഈ 5th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നീട് നീ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഡീൻലിയും മാർക്ക് ഫെല്ലറും ഫ്ലവർ ഗ്രാനിയും ഉൾപ്പെടെ എല്ലാവരും ആ കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നവരാണ്. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 4th ലെവൽ വരെ ഓക്കെയാണ്. അവിടുന്ന് 5th ലെവലിലേക്ക് ഒരാൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തികച്ചും മറ്റൊരു ഡൊമൈനിലേക്ക് അവർ കടക്കുകയാണ്. അവരുടെ ശക്തി അതിവേഗം വർദ്ധിക്കും. ഖുരാൻ സെക്ഷന്റെ സൂക്ഷിങ്ങും അതുപോലെ ആ ക്യൂൻ കുടുംബത്തിലെ ജനറൽ എന്ന് വിളിക്കപ്പെടുന്ന ജനറൽ ഹ്യൂമനും ഒക്കെ അങ്ങനെ 5th ലെവലിന്റെ ആ ബ്രേക്കിംഗ് നടത്തിയ ആളുകളാണ്. ഇപ്പൊ ആ ബ്രേക്കിൽ എത്തി നിൽക്കുന്ന ആളുകൾ എന്ന് വിളിക്കാൻ കഴിയുന്നത് ടെങ് സിന്നറും ഷീ ഷൈനും ഹെക്ടർ ടെങ്ങും ശ്രീറാമും ശ്രീഹരിയൊക്കെയാണ്. അവരൊക്കെ ഏതാണ്ട് ആ 5th ലെവലിലാണെന്ന് പറയാം. 5th ലെവലിന്റെ ആ പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന അവർ ശരിക്കും 6th ലെവലിന്റെ പവർ ഉള്ള ആളുകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇമോർട്ടൽ ക്രെയിൻ ഏതാണ്ട് 5th ലെവൽ കടന്ന കക്ഷിയാണ്. ആ കാര്യത്തെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞതും മാർക്ക് ഡീൻലിയോട് ചോദിച്ചു, ഡീൻലി, ശരിക്കും ഞാൻ പിന്മാറിയതിന് ശേഷം എന്താ സംഭവിച്ചത്? മാർക്ക്, പിന്നെയല്ലേ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. മാർക്ക്, നീ പോയി കഴിഞ്ഞതും ശ്രീഹരി രംഗത്തെത്തി. ശ്രീഹരിയോ? അതെ, ഗോസ്റ്റ് വേൾഡിന് വേണ്ടിയാ ശ്രീഹരി എത്തിയത്. മാർക്കിനോട് നേരത്തെ ഒരു പ്രവചനം ഡീൻലി നടത്തിയിരുന്നു. ശ്രീഹരി ഇനി ചിലപ്പോ ഗോസ്റ്റ് വേൾഡുമായി ബന്ധപ്പെട്ടായിരിക്കും വരിക എന്ന്. അന്ന് ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയും മാർക്കിനോട് ആ കാര്യം പറഞ്ഞതാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ശ്രീഹരി ആ ഗുയാൻ ബ്ലാക്കിനെ ഒറ്റ കൈകൊണ്ട് കഴുത്തി ധരിച്ച് കൊന്ന കഥ ഡീൻലി പറഞ്ഞു. അതുപോലെ മറ്റനവധി യോദ്ധാക്കൾ ശ്രീഹരിയുടെ കയ്യിൽ ഇല്ലാതായതും ഷൈൻ എത്തിയതും ഷൈനും ശ്രീഹരി തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതൊക്കെ സവിസ്തരം പറഞ്ഞ ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ സമയത്താണ് ആ ഗോസ്റ്റ് വേൾഡിന് വേണ്ടി ആ മാസ്ക് വെച്ച സ്ത്രീ എത്തിയത്. മാസ്ക് വെച്ച സ്ത്രീയോ? അതെ, അവരും എത്തി. അവരെത്തിയപ്പോൾ നമ്മളെല്ലാവരും തോറ്റു തന്നെ നമ്മൾ കരുതിയതാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താ ഡെയിലി? മാർക്ക്, ഈ ഹോളി റീജിയന് ചുറ്റും ഒരു ഫോർമേഷൻ ഉണ്ട്. ആദ്യകാലത്തുണ്ടായിരുന്ന ഇമോർട്ടൽ ചക്രവർത്തിമാർ മറ്റ് റേസുകാർ മനുഷ്യരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യരുള്ള എല്ലാ സ്ഥലങ്ങൾക്ക് ചുറ്റും ഇതുപോലെ ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട്. ശക്തമായ ഫോർമേഷൻ. മാർക്ക്, ആ മാസ്ക് വെച്ച സ്ത്രീ രംഗത്ത് വന്നതും ഹോളി റീജിയൻകാർ അപകടം തിരിച്ചറിഞ്ഞിട്ട് ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡീമൺ റേസിലെയും ഗോസ്റ്റ് റേസിലെയും അതുപോലെ മോൺസ്റ്റർ റേസിലെയും പ്രധാനപ്പെട്ട എല്ലാ ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ഹൈറപ്സിന് മുഴുവൻ പരിക്കേറ്റിട്ടുണ്ട്. ഇമോർട്ടൽ ക്രെയിനും ശ്രീഹരിയും ശ്രീറാമും ക്ഷിതിഗംഗയും മാസ്ക് വെച്ച സ്ത്രീയും എല്ലാം പരിക്കേറ്റവരാണ്. അതിശക്തമായ ഒരു ഫോർമേഷനാണ് ഹോളി റീജിയനിൽ ഉണ്ടായിരുന്നത്. ആ ഫോർമേഷനെ കടന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഡീൻലി പറഞ്ഞതും മാർക്ക് ഉടൻ ചോദിച്ചു, അപ്പോൾ ആ വന്ന എല്ലാവരും ഇവിടെ പിടിയിലായോ? മാർക്ക്, അതല്ലേ രസം. ഈ ഫോർമേഷൻ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്ന് ഇമോർട്ടൽ ക്രെയിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇമോർട്ടൽ ക്രെയിന് അറിയാവുന്ന ആ കാര്യം ക്ഷിതിഗംഗയ്ക്കും അറിയാം. അവരെല്ലാവരും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഫോർമേഷൻ ആക്ടിവേഷനായ ആ നിമിഷത്തിനെ മുഴുവൻ സേനയും അവർ പിൻവലിച്ചിരുന്നു. അവരുടെ മുഴുവൻ സേനയും പിൻവലിക്കപ്പെട്ടതിന് ശേഷമാണ് ലീഡേഴ്സ് പിന്മാറിയത്. ലീഡേഴ്സ് പിന്മാറുമ്പോഴാണ് ആക്ടിവേഷൻ പൂർത്തീകരിച്ചത്. അതുകൊണ്ടാണ് ലീഡേഴ്സിന് മാത്രം പരിക്കേറ്റത്.
മാസ്ക് വെച്ച സ്ത്രീയും ശ്രീറാമും ശ്രീഹരിയും ഷിതിഗംഗയും ഹെക്ടറ്റെങ്ങും അതുപോലെ മോൺസ്റ്റർ ജനറലും ഇമോട്ടർ ക്രെയിനും ഒക്കെ ചേർന്ന് അവരവരുടെ ടീമുകളെ അവരവർ വന്ന വഴിയിലൂടെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞ ആ നിമിഷത്തിലാണ് ശരിക്കും ആക്ടിവേഷൻ കംപ്ലീറ്റ് ആയത്. ആ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് അവർ ഓരോരുത്തരും രക്ഷപ്പെട്ടത്. രക്ഷപ്പെടുന്നതിനിടയിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഥിതിഗതികൾ വീക്ഷിച്ച ഡീൻലി ആ കാര്യങ്ങൾ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് ഡീൻലിയോട് ചോദിച്ചു, അല്ല ഡീൻലി, ഇപ്പോ എങ്ങനെയാ സ്കോർ? അതിശക്തമായ യുദ്ധമാണല്ലോ നടന്നിരിക്കുന്നത്. അപ്പൊ ആ യുദ്ധത്തിന്റെ സ്കോർ നില അറിയാനുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടും മാർക്കിനുണ്ടാവും. മാർക്കിന്റെ ചോദ്യം കേട്ടതും ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് 1:2 എന്ന് പറയാം. 1:2? അതെ മാർക്ക്, നമുക്ക് ഒരുപാട് ആളുകൾ നഷ്ടമായി. നഷ്ടപ്പെട്ട ഓരോ ആളിനും പകരം ആ ഏലിയൻ റേസിൽ നിന്ന് 2 പേരെങ്കിലും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ആ യുദ്ധം നടന്നത് മനുഷ്യരുടെ വാസസ്ഥലത്താണ്. അവിടേക്ക് എത്തിയ മോൺസ്റ്റർ റേസിനെയും ഗോസ്റ്റ് റേസിനെയും അതുപോലെ ഡീമൺ റേസിനെയും കൂട്ടിച്ചേർത്താൽ ഉള്ളതിനേക്കാൾ കൂടുതൽ യോദ്ധാക്കൾ ഹ്യൂമൻ റേസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. യോദ്ധാക്കളുടെ ആ എണ്ണം ഹ്യൂമൻ റേസിന് ശരിക്കും ഒരു മുതൽക്കൂട്ടായിരുന്നു. മനുഷ്യരുടെ എണ്ണം കൂടുതലായിരുന്നതും ഒരു മുതൽക്കൂട്ടാണെങ്കിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം എടുക്കുമ്പോൾ മനുഷ്യരുടെ ഇരട്ടി ഏലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഡീൻലി പറഞ്ഞതും മാർക്ക് അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് ഡീൻലിയോട് പറഞ്ഞു, അല്ല ഡീൻലി, ശരിക്കും ചതിക്കപ്പെട്ടോ നമ്മൾ? മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും ഫ്ലവർ ഗ്രാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഉദ്ദേശിക്കുന്ന അതേ സംശയം ഞങ്ങൾക്കും ഉണ്ട്. നമ്മുടെ ട്രംപ് കാർഡ് അതെന്താണെന്നറിയാൻ ഈ ഏലിയൻ റേസുകൾക്ക് ശരിക്കും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 3 കൂടി ഷൈൻ്റെ ആ ബ്രേക്ക് ത്രൂ സമയം ഉപയോഗപ്പെടുത്താനായി അവിടേക്ക് നുഴഞ്ഞു കയറിയത്. നമ്മൾ അവരുടെ കെണി പെട്ടു എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മുടെ ആ ട്രംപ് കാർഡ് അവരെ കാണിച്ചിരിക്കുകയാണ്. ഹോളി റീജിയന് ചുറ്റുമായിട്ടുള്ള ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ എന്താണ് ആ ഫോർമേഷൻ എന്നും ആ ഫോർമേഷൻ്റെ ശക്തി എന്താണെന്നും കൃത്യമായും ആ 3 ഏലിയൻ റേസുകളും മനസ്സിലാക്കിയെന്നാണ് ഫ്ലവർ ഗ്രാനി മാർക്കിനോട് പറഞ്ഞത്. അതിന് കണ്ടിന്യൂഷനായി ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് എനർജി വേണം, ഒരുപാട് റിസോഴ്സസും വേണം. അതൊക്കെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു തവണ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് മാസത്തെ റിസോഴ്സ് ശേഖരണവും ആക്ടിവേഷൻ മെക്കാനിസം ഒരുക്കുന്ന പ്രക്രിയയൊക്കെ വേണം. എന്നാലേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. എളുപ്പം ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോർമേഷനല്ല അവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ആ ഫോർമേഷൻ്റെ വലിപ്പമാണ്. ആ ഹോളി റീജിയൻ ഒരു വലിയ കോണ്ടിനെൻ്റാണ്. വളരെ വിശാലമായ ആ കോണ്ടിനെൻറ്റിൽ മാർക്ക് ആദ്യം വന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ സതേൺ പ്രോവിൻസും തണ്ടർ കോർട്ട്യാർഡും നോർത്തേൺ പ്രോവിൻസും വെസ്റ്റും ഈസ്റ്റും ഒക്കെ പെടും. പിന്നീട് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് പെടും. അതുപോലെ ഹോളി റീജിയനിലെ ബാക്കി സ്ഥലങ്ങളും ക്രസന്റ് മൂൺ കോണ്ടിനെൻറ്റും ഒക്കെ പെടും. ഒരു കൂറ്റൻ കോണ്ടിനെൻ്റാണ്. ആ കോണ്ടിനെൻറ്റ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഫോർമേഷൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തുള്ള ഡീമൺ റേസുകാരെ കൂടി കവർ ചെയ്തിരിക്കുകയാണ് ആ ഫോർമേഷൻ. അത് ഒരു തവണ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് എനർജി വേണം. ആ ആക്ടിവേഷൻ ചെയ്യേണ്ടി വരിക ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോഴാണ്. ഹോളി റീജിയൻ പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടും എന്ന് ഉറപ്പ് വരുമ്പോൾ ആക്രമിച്ചെത്തുന്ന ആളുകളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ തളയ്ക്കാൻ കഴിയുന്ന ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കപ്പെട്ടിരുന്നത്. അത് ഇപ്പോൾ ഇതാ ഏലിയൻ റേസുകൾക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചിരിക്കുകയാണ്. ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും പറഞ്ഞ കാര്യം മാർക്കിനൊപ്പമുള്ള മുഴുവൻ ആളുകളും കേൾക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത വിഷയമാണ്. ജീന അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തരാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒരു നല്ല ടീമാണ് നഷ്ടമായിരിക്കുന്നത്. ജീന അത് പറഞ്ഞതും മാർക്ക് ഉടൻ ഡീൻലിയോട് ചോദിച്ചു, അല്ല ഡീൻലി, നമ്മുടെ ഹ്യൂമൻ റേസ് വാച്ചിന് എങ്ങനെയുണ്ട് നഷ്ടം? മാർക്ക്, നമ്മുടെ ഒരു 3 ആളുകളും മരിച്ചതിൽ കൂടുതലും ആ ഗൂ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഗൂനിങ്ങും സെയിൻറ്റസ് ഗൂവും ആ ഹ്യൂമൻ റേസ് വാച്ചിലേക്ക് വന്നപ്പോൾ മാർക്കിനെ ക്ഷണിക്കുന്നതിനൊപ്പം അവർ ഗൂ കുടുംബത്തിൽ അവശേഷിച്ച മുഴുവൻ ആളുകളെയും അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവരാണ് കൊല്ലപ്പെട്ടതിൽ കൂടുതലും. അതിൻ്റെ കാരണം ഡീമൺ റേസിനോടുള്ള അവരുടെ എതിർപ്പാണ്. ഡീമൺ റേസുകാർ രംഗത്ത് വന്നതും ആ ഗൂ കുടുംബം ഡീമൺ റേസുകാരെ കയറിങ്ങ് അറ്റാക്ക് ചെയ്യായിരുന്നു. അവിടെയുള്ള ആ കൂറ്റൻ വെർമീലിയൻ ബേർഡും
അതുപോലെ ബ്ലാക്ക് ടോട്ടോയ്സും ഒക്കെ അതിശക്തമായ അറ്റാക്കിലൂടെ ഗൂ കുടുംബത്തിലെ ഒരുപാട് ആളുകളെ കൊന്നതാണ് സംഭവിച്ച കഥ. അതിൻ്റെ വിശദാംശങ്ങൾ ആ യുദ്ധത്തിലുണ്ടായിരുന്ന ആളുകൾ മാർക്കിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. കഥകളെല്ലാവരും പരസ്പരം പറഞ്ഞു കഴിഞ്ഞതും ഒരു ധാരണയായി പരമാവധി വേഗതയിൽ കൾട്ടിവേറ്റ് ചെയ്യുക. എന്തായാലും ഹോളി റീജിയനിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ വില അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. മാർക്ക് എമിലിക്കൊപ്പം ചേർന്ന് കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. മാർക്ക് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹെക്ടർ ചെങ്ങിന്റെ ആ കൈയാണ്. ആ കൈയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാർക്ക് പഠിച്ചു കഴിഞ്ഞു. അതിന് മാർക്കിനെ സഹായിച്ചത് മാർക്കിന്റെ ആ ഡിവൈൻ ഐയുടെ 2ാം ലെവലാണ്. ആ 2ാം ലെവലിലൂടെ മാർക്ക് മോൺസ്റ്ററൈസിന്റെ കൾട്ടിവേഷൻ മെക്കാനിസം ഏതാണ്ട് പൂർണ്ണമായും പഠിച്ചു എന്ന് പറയാം. ആ മോൺസ്റ്ററൈസിന്റെ ആ ഊർജത്തെ, ആ ഓറയെ, ആ കൾട്ടിവേഷൻ ടെക്നിക്കിനെ ഒക്കെ മാർക്കിനിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും. മാർക്കിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മോൺസ്റ്റർ റൈസിന്റെ ഊർജത്തെയും ഡീമൺ റൈസിന്റെ ഊർജത്തെയും മാർക്കിന്റെ ഉള്ളിൽ ഒന്ന് സംയോജിപ്പിക്കുക. മാർക്കിന്റെ ഉള്ളിലുള്ള മനുഷ്യവംശത്തിന്റെ ഊർജവുമായി അതിനൊന്ന് കലർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് മാർക്കിന് അറിയേണ്ടത്. മാർക്ക് അങ്ങനെ കലർത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് പൊട്ടിത്തെറിച്ചത്. മാർക്ക് അത് ഒന്നുകൂടി ചെയ്യാൻ പോകുന്നു പറഞ്ഞതും എമിലി ആകെ ഭയന്നു. എമിലി മാർക്കിനെ വിലക്കാൻ നോക്കിയെങ്കിലും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ആ ശൈലിയിൽ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് പാത്തോഹവിൻ്റെ ആ റെസ്ട്രിക്ഷൻ ഇല്ലാതെ മുന്നോട്ട് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, മാർക്ക് ഫെല്ലർ എമിലിയുടെ സാന്നിധ്യത്തിൽ സാവധാനം ആ ലയിപ്പിക്കൽ പ്രക്രിയ നടത്തി നോക്കുകയും ചെയ്തു. വളരെ ചെറിയ അളവിൽ മോൺസ്റ്റർ റൈസിന്റെ ആ കയ്യിൽ നിന്ന് ലഭിച്ച ഊർജത്തെയും മാർക്കിന്റെ ഉള്ളിൽ മാർക്ക് ശേഖരിച്ചിരിക്കുന്ന ഡീമൻ ഊർജത്തെയും മാർക്കൊന്ന് സംയോജിപ്പിച്ചു. അങ്ങനെ സംയോജിച്ചതും മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് ശരിക്കും ഊർജ്ജ വിസ്ഫോടനം നടക്കുകയും ആ ബോഡി അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്ത ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിയെ ആ സ്ഫോടനത്തിൽ നിന്ന് ഹാർട്ട് ഓഫ് ഓഷ്യൻ രക്ഷിക്കുകയും ചെയ്തു. മാർക്കിന്റെ ബോഡിക്കുള്ളിലുള്ള ആ നീല നിറത്തിലുള്ള വെള്ളം പെട്ടെന്ന് മാർക്കിന്റെ എൻറ്റയർ കോശങ്ങളിലേക്ക് അങ്ങ് ഇരച്ചു കയറി ആ ഡിസ്ട്രക്ഷൻ ഒഴിവാക്കി. മാർക്ക് വീണ്ടും സംയോജിപ്പിച്ചു. വീണ്ടും ആ ഡിസ്ട്രക്ഷൻ ഉണ്ടായി. ഉടൻ തന്നെ ആ നീല വെള്ളം മാർക്കിന്റെ ബോഡിയെ സംയോജിപ്പിക്കുകയും ചെയ്തു. ആ പ്രക്രിയ മാർക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജൂവും ഷാങ്മാങ്ങും ജീനയും ബാക്കിയുള്ള യോദ്ധാക്കളൊക്കെയും. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഒരു ബോഡി ഇങ്ങനെ പൊട്ടിച്ചേറുക, വീണ്ടും യോജിക്കുക. യുദ്ധത്തിനിടയിൽ അവർക്ക് യഥാർത്ഥത്തിൽ മാർക്കിനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അതിനുള്ള അവസരം അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അവരെ എതിർത്തുള്ള ഡീമൺ റൈസിന്റെ ആളുകളോ അല്ലെങ്കിൽ മോൺസ്റ്റർ റൈസിന്റെ ആളുകളോ ഉണ്ടായിരുന്നു. ഗോ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഡീമൺ റൈസുകാരുണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ ആളുകളും ആ മോൺസ്റ്റർ റൈസുകാരുമായി ബന്ധപ്പെട്ട എതിരിട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ മാർക്ക് അന്തരീക്ഷത്തിലുള്ള പറന്നടക്കുമ്പോൾ കണ്ണിന്റെ കോണിലൂടെ അവർ ചിലരൊക്കെ കണ്ടിരുന്നു. ഹെക്ടർ ചെങ്ങും മാർക്കും തമ്മിലുള്ള അതിശക്തമായ യുദ്ധമാണ് അവിടെ നടന്നെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം. ഇപ്പൊ അവർ ആ രംഗം വീണ്ടും കാണുകയാണ്. മാർക്കിന്റെ ബോഡി തകരുന്നു, പുനർജനിക്കുന്നു. അതൊരു പ്രക്രിയയായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രക്രിയ ഏകദേശം 72 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും അതീവ തിളക്കമുള്ള ഒരു പ്രകാശം രൂപപ്പെട്ടു. വെളുത്ത നിറത്തുള്ള പ്രകാശമാണ്. സാധാരണ രീതിയിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു ഗോൾഡൻ പ്രകാശമാണ് ഉണ്ടാവുക. ഇപ്രാവശ്യം ആ ബോഡി ഒന്ന് വെള്ളി നിറത്തിലാണ് തിളങ്ങുന്നത്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ പ്രകാശം അങ്ങനെ വരുമ്പോൾ പുറത്ത് ആരോ വന്നു എന്നുള്ള ഒരു വാർത്ത അകത്ത് കിട്ടി. 2 സന്ദർശകരെത്തിയിരിക്കുകയാണ്. അതറിഞ്ഞതും മാർക്ക് ഫെല്ലർ ടീമും അവരെ അകത്തേക്ക് വിളിപ്പിച്ചു. അവര് സ്കൈ സിറ്റിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സ്കൈ സിറ്റിയിൽ ഹോളി റീജിയനിലെ ആ സെൻട്രൽ പ്ലെയിനിലുള്ള എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും നേതാക്കൾ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അവര് മാർക്കിനെ കൂടി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. മാർക്കുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നാണ് അവര് ആ വന്ന ആളുകളോട് പറഞ്ഞിരിക്കുന്നത്. അവരക്കാര്യം അങ്ങനെ തന്നെ മാർക്കിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഹോളി റീജിയനിൽ നിന്ന് എമിലി ബ്ലാക്കിനെയും കൊണ്ട് ഒളിച്ചോടിയ കക്ഷിയാണല്ലോ മാർക്ക് ഫെല്ലർ. അതേ സ്ഥലത്തേക്ക് വീണ്ടും മാർക്കിനെ ഇതാ ഇൻവൈറ്റ് ചെയ്യാണ്. മാർക്ക് എമിലി ബ്ലാക്കുമായി ഒളിച്ചോടിയതിനു ശേഷം പിന്നെയും അവിടെ പോയിരുന്നു. ആ സ്കൈ സിറ്റി തന്നെ മാർക്ക് പോയിരുന്നു. അവിടെ വെച്ച് മാർക്ക് അന്നത്തെ ആ രാജകുമാരന്റെ മരണം നേരിൽ കണ്ടതാണ്. അതിനുശേഷം മാർക്കിനെ ഇതാ വീണ്ടും സ്കൈ സിറ്റിയിലേക്ക് ആ ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. മാർക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്ന ആളുകളിൽ ഒരാൾ ജിയാൻ കുടുംബത്തിലെ ഹോളി സണ്ണാണ്. അയാൾക്ക് മാർക്കിനോട് ഒരു ആരാധനയുണ്ട്. അതിന്റെ കാരണം ആ ഏലിയൻ റേസുമായി മാർക്ക് നടത്തിയ ആ യുദ്ധമാണ്.
പ്രത്യേകിച്ച് ആ ഫോളൻ ഗോഡ്ലി കിങ് ഹെക്ടർ ടെങ്ങുമായി മാർക്ക് നടത്തിയ ആ യുദ്ധം സമാനതകളില്ലാത്തതാണ്. ഹോളി റീജിയനിലെ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, അവരാണ് ഹെക്ടർ ടെങ്ങിനെ എതിരിട്ടിരുന്നെങ്കിൽ അവർ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. ഹെക്ടർ ടെങ്ങിനെ ഏകദേശം 30 മിനിറ്റോളമാണ് മാർക്ക് ഫെല്ലർ പിടിച്ചു നിർത്തിയത്. ആ അരമണിക്കൂർ ആ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു. ഹെക്ടർ ടെങ്ങിനെ മാർക്ക് നേരിട്ടില്ലായിരുന്നുവെങ്കിൽ ഹെക്ടർ ടെങ് ആ ഹ്യൂമൻ യോദ്ധാക്കളെ മുഴുവൻ കൊല്ലുമായിരുന്നു. ഹെക്ടർ ടെങ്ങിനോട് പിടിച്ചു നിൽക്കാൻ അവിടെ അപൂർവം ആളുകൾക്കേ പറ്റൂ. ഷൈനോ അതുപോലെ ആ ജനറലിനോ സൂഷിങ്ങിനോ ചിലപ്പോൾ കഴിഞ്ഞേക്കും, അല്ലാതെ ഒരാൾക്ക് ഹെക്ടർ ടെങ്ങിനോട് പിടിച്ചിരിക്കാൻ കഴിയില്ല. ഹെക്ടർ ടെങ്ങിനെ പോലെ ശക്തരായ വേറെയും ആളുകൾ അന്ന് ഹ്യൂമൻ റേസിനെ ആക്രമിക്കാനായി ഉണ്ടായിരുന്നത് കൊണ്ട് ആ കാര്യം നടക്കത്തുമില്ല. എമോട്ടക്രൈനും ശ്രീറാമും ശ്രീഹരിയും മാസ്ക് വെച്ച സ്ത്രീയും ആ ക്ഷിതിഗർഭയും കൂടി ഈ പറഞ്ഞതുപോലെ ഹോളി റീജിയനിലെ ആ എലൈറ്റുകളെ നേരിട്ടാൽ ഹെക്ടർ ടെങ് എന്ന ഒറ്റ വ്യക്തി ഹ്യൂമൻ റേസ് അവസാനിപ്പിച്ചനെ. അതിന് കഴിയാതെ പോയത് മാർക്ക് ഫെല്ലർ കാരണമാണ്. ആ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ 30 മിനിറ്റുകൾ അത് മാർക്കിന്റെ മാത്രം സ്വന്തമാണ്. ആ കാര്യം ആ വന്ന യുവാവ് മാർക്കിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു. മാർക്കിനെ കുറിച്ചുള്ള ഹോളി റീജിയന്റെ ആ ഇമേജിൽ മാറ്റം വന്നു എന്നുള്ള കാര്യം കേട്ടപ്പോൾ ഡീലിലേക്കും ഫ്ലവർ ഗ്രാനിക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവരുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയും മാർക്ക് സ്കൈ സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉടൻ റെഡിയായി അവർക്കൊപ്പം പോകാമെന്ന് പറഞ്ഞ് മാർക്ക് അകത്ത് ചെല്ലുമ്പോൾ ജീനയും എമിലി ബ്ലാക്കും ഉണ്ട്. ജീനയോടും എമിലി ബ്ലാക്കിനോടുമായി മാർക്ക് ഫെല്ലർ താൻ സ്കൈ സിറ്റി പോകുന്ന കാര്യം പറഞ്ഞതും ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അതെന്തായാലും നല്ല കാര്യമാണ്. മാർക്ക് നീ ഇപ്പോൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ അവിടെ ചെന്നിട്ട് അവന്മാരെയൊക്കെ തകർത്ത് വന്നാൽ നിനക്ക് ഞാൻ വീണ്ടും ഒരു ഉമ്മ തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജീന ചുണ്ടുകൾ മുന്നോട്ട് കുതിപ്പിച്ചതും അടുത്ത് നിൽക്കുന്ന എമിലി ബ്ലാക്ക് അറിയാതെ ചോദിച്ചു പോവുകയാണ്, വീണ്ടും ഒരു ഉമ്മയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ജീന മാർക്കിൻ്റെ ആ ഇടുപ്പിൽ ഒരു പിടിയങ്ങ് പിടിച്ചു. അവളുടെ ആ വിരലുകൾ കൊണ്ട് മാർക്കിൻ്റെ ചത അവൾ വലിച്ചെടുക്കത്തക്ക ശൈലിയിൽ ഒന്ന് പിടിച്ചതും മാർക്ക് അറിയാതെ കരഞ്ഞു പോവുകയാണ്. അത് കണ്ടതും ജീന ചിരിച്ചുകൊണ്ട് എമിലിയോട് പറഞ്ഞു, എമിലി വിട്ടുകളെ, നീ വിചാരിക്കും പോലെ ഒന്നുമില്ല, ഞാൻ മാർക്കിനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കാറുണ്ട്. അങ്ങനെ ജീന പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശരിക്കും എമിലി മാർക്കിൻ്റെ ചത വലിച്ചെടുത്തനെ. എന്നാലും ജീന അവിടുന്ന് മൂവ് ചെയ്തതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാൻ കേട്ടതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അറിയാമല്ലോ. ശരിക്കും അവർ തമ്മിലുള്ള ആ പ്രണയത്തിൻ്റെ ആ രസകരമായ മൊമെന്റ് അവിടെ പലരും കാണുകയാണ്. ജൂം ചാങ്മാങ് ഉൾപ്പെടെ പലരും ആ കാഴ്ച കണ്ടു. അവരൊക്കെ പെട്ടെന്ന് ഓടി മാർക്കിനടുത്തേക്ക് വന്നിട്ട് എമിലിയോട് പറഞ്ഞു, എമിലി അങ്ങനെ തന്നെ അവന് വേണം, ഇവനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ വലിയ കുഴപ്പമാണ്. മാർക്കിന് സ്ത്രീകളുമായി അടുപ്പമുണ്ടെന്ന് ചുമ്മാ അങ്ങ് ചാങ്മാങ് പറഞ്ഞപ്പോൾ ജൂം എമിലിയോട് പറഞ്ഞു, അതെ എമിലി, ഇവന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? നമ്മൾ ആ ഫൈറ്റ് നടന്നപ്പോൾ കണ്ടില്ലേ ഒരു പെൺകുട്ടി ഇവൻ്റെ മുന്നിൽ കയറി അവനെ രക്ഷിച്ചത്? എമിലി ബ്ലാക്കും അത് കണ്ടിരുന്നു. അവിടെ ആ ഡിവൈൻ നൈറ്റ് സെക്ഷൻ ലീഡർ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളാണ് മാർക്കിനെ മോൺസ്റ്ററുകളുടെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചത്. ശരിക്കും അങ്ങനെ ആ സംഭാഷണം കഴിയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ വേഗം റെഡിയായി. മാർക്ക് ആ ചെറുപ്പക്കാർക്കൊപ്പം സ്കൈ സിറ്റിയിലേക്ക് തിരിച്ചു. സ്കൈ സിറ്റിയിൽ അവരെത്തി. അവിടെ എത്തിയ മാർക്ക് ആ പാലസിലേക്ക് കടക്കുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. മാർക്ക് നേരത്തെ വന്നപ്പോൾ കണ്ട പാലസേ അല്ല ഇപ്പോഴത്തെന്ന് പറയാം. ആ പാലസ് അതിൻ്റെ എല്ലാ പ്രൗഢിയും വീണ്ടെടുത്തിരിക്കുകയാണ്. മാർക്ക് അത്ഭുതത്തോടെ ആ ചുവരുകളിലും മുകളിൽ കാണുന്ന ഛായാചിത്രങ്ങളിലേക്കും ഒക്കെ നോക്കുമ്പോൾ മാർക്കിൻ്റെ അടുത്തേക്ക് നടന്നു വന്ന വ്യക്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതായിരുന്നു പാലസ്, നോക്കാൻ ആളില്ലാതെ ഇതങ്ങ് പോയതാണ്. മാർക്കിനോട് അങ്ങനെ പറഞ്ഞ വ്യക്തി ബ്ലാക്ക് കുടുംബത്തിൻ്റെ കാരണവരാണെന്ന് പറയാം. അദ്ദേഹം ഇത്രയും കാലം പറഗേറ്ററിയിലായിരുന്നു. മിങ് ലോങ് ബ്ലാക്ക് എന്ന ആ വ്യക്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിന്നെ ഞാൻ പറഗേറ്ററിയിൽ ആ 9th ലെവലിൽ വെച്ച് നോട്ട് ചെയ്തതാണ്. അന്ന് എനിക്കൊപ്പം ജിയാങ് കുടുംബത്തിൻ്റെ ഈ ജിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മിങ് യാങ് ബ്ലാക്ക് പറയുമ്പോൾ ജിയാങ് കുടുംബത്തിൻ്റെ ആ കാരണവരും മാർക്കിന് അടുത്തേക്ക് വന്നു. അയാൾ എപ്പോഴും മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാൾ അടുത്ത് വന്നതും അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ബായി. ഗു കുടുംബത്തിൻ്റെ ബായിയെ മാർക്കിന് അറിയാം. മാർക്കിൻ്റെ സാന്നിധ്യത്തിലാണ് അന്ന് ആ ഗു കുടുംബത്തിൽ നടന്ന ആ ഫൈറ്റിൽ ഡീമൺ റേസിൻ്റെ
ശ്രീറാം ബായിയെ കൊല്ലുന്നത്. ബായിയുടെ മരണം ഈ ബ്ലാക്ക് കുടുംബത്തിൻ്റെ മോങ് ലോങ്ങിനെയും അതുപോലെ ജിയാങ് കുടുംബത്തിൻ്റെ ആ കാരണവരെയും ഒന്ന് ഉലച്ചിട്ടുണ്ട്. അത് അവരുടെ സംഭാഷണത്തിൽ ദൃശ്യമാണ്. മെങ്ലോഗ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ 3 പേരും എത്രയെങ്കിലും കാലം ആ 9th പർഗറ്ററിയിൽ ഉണ്ടായിരുന്നു. മാർക്ക്, ഞങ്ങൾ 24 മണിക്കൂറും പർഗറ്ററിക്ക് കാവലായിരുന്നു. 9th ലെവൽ വഴി മാത്രമേ ഗോസ്റ്റ് റേസിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഹോളി റീജിയനിലേക്ക് കടക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മോൺസ്റ്റർ റേസിൽ നിന്ന് അവരുടെ വരവിനെ ഞങ്ങളാണ് തടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഹോളി റീജിയനിലേക്ക് എത്താനുള്ള മോൺസ്റ്റർ റേസിൻ്റെയും ഗോസ്റ്റ് റേസിൻ്റെയും ഇടയിലുള്ള തടസ്സം എന്ന് പറയുന്നത് ആ പർഗറ്ററി ഏരിയയാണ്. ഹോളി റീജിയനിൽ കുറ്റം ചെയ്യുന്ന ആളുകളെ അവിടേക്കാണ് അയക്കുക. ആ ആളുകളെ യഥാർത്ഥത്തിൽ ഒരു മറയായി ഈ ഹോളി റീജിയൻ ഉപയോഗിക്കുന്നതാണ്. മറ്റ് ഏലിയൻസ് അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ ഇവരെ ഉപയോഗിച്ചാണ് ആ ആളുകളെ നേരിടുക. അതുകൊണ്ട് തന്നെ ശക്തരായ ആളുകളെ ഈ ഹോളി റീജിയനിൽ നിന്ന് അങ്ങോട്ടേക്ക് പല കാരണങ്ങൾ കൊണ്ട് കയറ്റുമതി ചെയ്യും. ശരിക്കും അവരെ നാട് കടത്തുന്നതെന്ന് പറയുകയാണെങ്കിലും ഹോളി റീജിയനെ സംരക്ഷിക്കാൻ അവർ ഉപയോഗിക്കുകയാണ് ഇതുവരെയും ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ ചെയ്തിരുന്നത്. ആ പ്രക്രിയ സുഗമമായി നടത്താനായി എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും സൂപ്പർ എൽഡേഴ്സ് പർഗറ്ററിയിൽ കാവൽ നിൽക്കും. അങ്ങനെ കാവൽ നിൽക്കുന്ന ആളുകൾ 3 പേരായിരുന്നു ഈ മെങ്ലോങ് ബ്ലാക്കും ഗു ബായിയും പിന്നെ ആ ജിയാങ് കിങ് ഒക്കെ. ജിയാങ് കിങ് മാർക്കിനോട് ഒരു താല്പര്യമുള്ള ആളാണ്. അവർ 2 പേരും സംസാരിച്ചുകൊണ്ട് മെയിൻ ഹാളിൽ വരുമ്പോൾ മെയിൻ ഹാളിൽ ഒരുപാട് ആളുകൾ ഉപോഷരായിട്ടുണ്ട്. എല്ലാ ആളുകളും ഇരുന്ന് കഴിഞ്ഞതും മോങ്ലോങ് ബ്ലാക്ക് എണീറ്റ് എല്ലാവരും നോക്കി. അദ്ദേഹം എല്ലാവരോടായി പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മാർക്ക് ഫെല്ലർ. മാർക്കിനെ ഞാൻ ആദ്യമായി കാണുന്നത് പർഗറ്ററിയിലെ 9th ലെവലിൽ വെച്ചാണ്. സാധാരണഗതിയിൽ 9th ലെവലിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു ലെവൽ നിൽക്കുമ്പോഴല്ല മാർക്ക് കടന്നു വന്നത്. അന്നത്തെ മാർക്കിൻ്റെ ആ പോരാട്ടം ഞങ്ങൾ ശരിക്കും അമ്പരപ്പിച്ചിരുന്നു. ഞാൻ അന്നേ ഗുബായിയോടും ജിയാങ്ങിനോടൊക്കെ പറഞ്ഞതാണ്, ഇവനൊരു അസറ്റായിരിക്കും. അത് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ആ യുദ്ധത്തിൽ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു. അങ്ങനെ മോങ്ലോഗ് പറയുമ്പോൾ ആ സദസ്സിൽ ഷീ കുടുംബത്തിലെ ഷൈനും ലീമാനും ഉണ്ട്. അതുപോലെ ബ്ലാക്ക് കുടുംബത്തിലെ ടിയാൻഷി ബ്ലാക്ക് ഉണ്ട്. ടെങ് കുടുംബത്തിലെ സിന്നറുണ്ട്. സകല ആളുകളും അവിടെ സന്നിഹിതരാണ്. എൻ്റെ ടീമും മാർക്കിൻ്റെ ആ ഫൈറ്റ് കണ്ടതാണ്. അവരൊക്കെ അതുപോലെ ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നെങ്കിലും അവര് മാർക്കിൻ്റെ ആ വിജയത്തെ ചെറുതായി കാണുന്നില്ല എന്ന് മോങ്ലോങ് ബ്ലാക്കിൻ്റെ ആ വാക്കുകൾ പറയുകയാണ്. മോങ്ലോങ് അങ്ങനെ പറഞ്ഞതും ജിയാങ് കിങ് ഉറക്കെ പറഞ്ഞു, അതെ മാർക്ക് ഫെല്ലറുടെ ഹ്യൂമൻ റേസ് വാച്ച് നമുക്കൊരു വലിയ അസറ്റ് തന്നെയാണ്. അവരുടെ കോർഡിനേഷൻ കഴിവ് ശരിക്കും നമ്മളെ അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്ത് വിദഗ്ധമായിട്ടാണ് മോൺസ്റ്റർ റേസിനെ അവർ തടുത്തത്. മാർക്കിൻ്റെ ആ ഹ്യൂമൻ റേസ് വാച്ചിൽ ഒരുപാട് യോദ്ധാക്കളുണ്ടായിരുന്നു. ആ യോദ്ധാക്കളുടെ കൂട്ടായ അറ്റാക്കിംഗ് എബിലിറ്റിയാണ് മോൺസ്റ്റർ റേസിൻ്റെ അതിശക്തമായ 6000-ഓളം വരുന്ന 8 ചിറകളുള്ള മോൺസ്റ്റേഴ്സിനെ തടുത്തത്. അവരൊക്കെ 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളായിരുന്നു. അവരെയാണ് തടുത്തിരിക്കുന്നത്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ആ കാര്യം ജിയാങ് ഉദാഹരണ സഹിതം അവിടെ വ്യക്തമാക്കിയതും പെട്ടെന്ന് അവിടെ ഒരു നിശബ്ദത വരുന്നു. ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയത് തണ്ടർ കോർട്ട്യാർഡിലെ ഹുവ ഷീഖോങ് ആണ്. ഈ ഷീഖോങ് ആണ് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ചെറുപ്പക്കാരൻ. അവനെ പെണ്ണാളൻ എന്ന് പറഞ്ഞ് കളിയാക്കിയാണ് അന്ന് മാർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു ഈർഷ്യ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടെന്ന് വ്യക്തമാണ്. അവൻ ജിയാങ് കുടുംബത്തിൻ്റെ ആ കാരണവരും ബ്ലാക്ക് കുടുംബത്തിൻ്റെ കാരണവരും ചേർന്ന് മാർക്കിനെ അങ്ങനെ പുകഴ്ത്തുമ്പോൾ വളരെ അസ്വസ്ഥതയോടെ മാർക്കിനെ തന്നെ സൂക്ഷിച്ചു നോക്കിയാണ്. പെട്ടെന്ന് അവൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ പറയുന്നതിൽ ചില അതിശയോക്തികളില്ലേ എന്നെനിക്കൊരു സംശയം. ഈ മാർക്ക് ഫെല്ലർ നമ്മൾ വിചാരിക്കുന്ന ശൈലിയിലുള്ള ഒരു കഥാപാത്രമൊന്നും അല്ല. എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇവൻ അഭിനയിക്കുകയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവനും ഹെക്ടർ ടെങ്ങും തമ്മിലുള്ള ആ യുദ്ധം ഒരു ഷോ ആയിരുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഹെക്ടർ ഇവൻ്റെ സുഹൃത്താണ്. പലതവണ ഇവനെ ഹെക്ടർ രക്ഷിച്ചിട്ടുണ്ട്. അത് കേട്ടതും ദേഷ്യത്തോടെ അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചാടി എണീറ്റത് ടിയാൻഷി ബ്ലാക്കാണ്. ടിയാൻഷി അവനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഡാ വാ അടച്ചു പിടിക്കണം. നിനക്ക് ആ ഹെക്ടർ ടെങ്ങിന്റെ ഒരു ഇടി താങ്ങാനുള്ള കരുത്തുണ്ടോ? ശരിക്കും നീ ആളെ കളിയാക്കിയാണോ? അങ്ങനെ ടിയാൻഷി ചോദിച്ചതും അവൻ പെട്ടെന്നൊന്ന് പതറി. പക്ഷേ അവൻ ആ പതർച്ച മറികടന്നുകൊണ്ട് ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, ഞാൻ മാർക്കിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. നമ്മുടെ
ഷീ കുടുംബം ഏതാണ്ട് പൊളിച്ചടുക്കപ്പെട്ടിരിക്കുകയാണ്. ഷീ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചായിരുന്നല്ലോ ആ ഫൈറ്റ് നടന്നത്. അതിന്റെ ഫലമായി ആ കുടുംബം ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയാം. ആ കുടുംബത്തിൽ ഇപ്പോ ശരിയായി ഒരു ബിൽഡിങ്ങുമില്ല. സകല കെട്ടിടങ്ങളും പൊളിച്ചടുക്കപ്പെട്ടു. അവിടെയൊക്കെ വൻ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഷീ കുടുംബത്തിലെ ഒരുപാട് ആളുകളാണ് ആ ദിവസം കൊല്ലപ്പെട്ടത്. ഏറ്റവും നഷ്ടമുണ്ടായിരിക്കുന്നത് ഷീ കുടുംബത്തിനാണെന്ന് പറയാം. അതാണ് ഇവിടെ ഹുവ ഷിക്കോങ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ എല്ലാവരോടും പറഞ്ഞു എന്തുകൊണ്ട് ആ നഷ്ടമുണ്ടായി. അതിന് കാരണം നമ്മളെ ആക്രമിച്ച ആ 3 റേസുകളുമാണ്. നമ്മൾ ആ 3 റേസിനെയും ഒന്ന് വിലയിരുത്തി. മോൺസ്റ്റർ റേസിനെ ആരാ നയിച്ചത്? ഹെക്ടർ ടെക്. ഗോസ്റ്റ് റേസിനെ ആരാ നയിച്ചത്? ശ്രീഹരി. ഡീമൺ റേസിനെ ആരാ നയിച്ചത്? ശ്രീറാമും പിന്നെ ആ ഇമോർട്ടൽ ക്രെയിനും. അവസാനം ഇവിടെ എത്തിയത് ഗോസ്റ്റ് റേസിലെ ആ മാസ്ക് വെച്ച സ്ത്രീ. നിങ്ങൾക്കറിയുമോ ഇവരെല്ലാവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്? ഇവരെല്ലാവരും ഈ മാർക്കിൻ്റെ സുഹൃത്തുക്കളാണ്. ഇനി നിങ്ങൾ പറയൂ, മാർക്കിൻ്റെ ആ യുദ്ധം ഒരു ഷോ അല്ലേ എന്ന്? അവിടെയുള്ള മുഴുവൻ ആളുകളെയും നിശബ്ദരാക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ ആ ഹുവ ഷിങ്കോങ് പറഞ്ഞത്. ഷിക്കോങ് അത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ മോങ്ലോങ് ബ്ലാക്ക് എണീറ്റു. ആരോപണങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്ക് ഭൂമിയിൽ നിന്ന് ഇവിടെ എത്തിയ ആളാണെന്ന്. അവിടെ വെച്ച് മാർക്കിന് പരിചയമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇമോർട്ടൽ ക്രെയിൻ. അതിനെന്താ തെറ്റ്? അതുപോലെ മാർക്കിന് ആ ഹെക്ടറേയും പരിചയമുണ്ടായിരുന്നു. ഇവിടെ കഥ വേറെയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ മാർക്ക് പരിചയപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെയും. അങ്ങനെ മോങ്ലോങ് പറഞ്ഞതും ഇടയ്ക്കേറി ഷീക്കോങ് ചോദിച്ചു, ക്ഷമിക്കണം, ഈ മാർക്കിന്റെ കൂടെ ഒരു പെൺകുട്ടി എപ്പോഴും ഉണ്ടാകുമായിരുന്നു. അവളുടെ പേര് ഷിയാവൂ എന്നാണ്. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഷിയാവൂവിൻ്റെ മുഖവും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ മുഖവും ഒന്നായത് എങ്ങനെയാണ്? മാർക്കിനൊപ്പം ജീവിക്കുകയും വളരുകയും ചെയ്ത ആ ഷിയാവൂ മാസ്ക് വെച്ച സ്ത്രീയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കും ആ സ്ത്രീ എന്നുള്ള ബന്ധം ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? ഷീക്കോങ് വീണ്ടും ആ വിഷയം എടുത്തിട്ടതും മോങ്ലോങ് അവനോട് പറഞ്ഞു, നീ ഇനി വാ തുറന്നാൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. മോങ്ലോങ് ബ്ലാക്ക് അങ്ങനെ പറയുമ്പോൾ അയാൾ അത് ഉദ്ദേശിക്കുന്നുവെന്ന് അയാളുടെ മുഖം വിളിച്ചു പറയുകയാണ്. അതുവരെ ഡയലോഗ് പറഞ്ഞിരുന്ന ആ തണ്ടർ കോർട്ട്യാർഡിലെ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് വായങ്ങടച്ചു. അയാൾ വായടച്ചതും നീ കുടുംബത്തിലെ ആ ക്വിൻ ഒരു ക്രിസ്റ്റൽ കൈകൊണ്ട് മുകളിലേക്കാക്കി. അയാളുടെ ഇടത് കൈയിൽ ശരിക്കും ഒരു ചതുര കട്ടയുണ്ടായിരുന്നു, ഒരു ക്രിസ്റ്റൽ. ആ കട്ടയാണ് അയാൾ മുകളിലേക്ക് ഉയർത്തിയത്. ആ കട്ട ആ മീറ്റിംഗ് മുറിയുടെ നടുക്ക് അങ്ങനെ വന്നതും പെട്ടെന്ന് അത് ഒരു വലിയ സ്ക്രീനായി മാറി. ആ സ്ക്രീനിൽ വീഡിയോകൾ പ്ലേ ചെയ്യപ്പെടുകയാണ്. ആ വീഡിയോകൾ എല്ലാം മാർക്കുമായി ബന്ധപ്പെട്ടതാണ്. മാർക്ക് ശ്രീഹരിയുമായും ശ്രീറാമുമായിട്ടും ഷിയാവുമായിട്ടും അതുപോലെ ആ യുദ്ധത്തിൽ ഹെക്ടർ ടെങ്ങുമായിട്ടും അല്ലാതെ ഹെക്ടർ ടെങ്ങുമായി ബന്ധപ്പെടുന്ന ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. മാർക്കിന് അവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ടെന്ന് വ്യക്തമാകുന്ന വീഡിയോ അവിടെ പ്ലേ ചെയ്യപ്പെട്ടു. മാർക്ക് ഈ ഷോയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ വീഡിയോ പ്ലേ ചെയ്യപ്പെട്ടതും അതുവരെ നിശബ്ദരായിരുന്ന ജനറൽ സാവധാനം എണീറ്റു. ക്യൂൻ കുടുംബത്തിലെ ആ ക്യൂ സന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ സെൻട്രൽ പ്ലെയിനിലെ ഏറ്റവും ശക്തൻ. അയാള് എണീറ്റ് 2 കൈ കെട്ടി അങ്ങനെ നിന്നു. അങ്ങനെ നിന്നതും സകല സംഭാഷണങ്ങളും അവിടെ അവസാനിച്ചു. സകലരും ജനറലിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി അയാൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയാണ്. ശരിക്കും അയാൾ ഇരിക്കുന്നത് ആ പ്രിൻസിന്റെ സിംഹാസനത്തിലാണ്. ആ സിംഹാസനത്തിന് മുന്നിൽ എണീറ്റ് നിന്ന ക്യൂസൻ എല്ലാവരും ഒന്ന് നോക്കിയതിന് ശേഷം മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നമുക്ക് ത്രട്ടുണ്ട്. നിനക്കറിയാമത്, ഡീമൺ റൈസും മോൺസ്റ്റർ റൈസും ഗോസ്റ്റ് റൈസും നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടുവന്നാൽ പറ്റത്തില്ല. നമ്മൾ കൂടുതൽ ശക്തരാകണം. മാർക്ക്, അതിന് നിന്റെ ഒരു സഹായം വേണം. അങ്ങനെ ആ ജനറൽ പറഞ്ഞതും മാർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ജനറൽ, എന്ത് സഹായമോ വേണ്ടത് അങ്ങ് പറഞ്ഞാലും. മാർക്ക്, നിന്റെ കയ്യിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. നിന്റെ കയ്യിൽ ഒരു ഗോസ്റ്റ് ബ്രഷ് ഉണ്ട്. ആ ഗോസ്റ്റ് ബ്രഷിനെ കുറിച്ച് ക്ഷിതിഗർഭ ആ യുദ്ധത്തിനിടയിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. നിന്റെ കയ്യിൽ ആ ബ്രഷുള്ള കാര്യം ഗോസ്റ്റ് റൈസുകാർക്ക് അറിയാം. അവര് നിന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കും. അങ്ങനെ തിരിച്ചു പിടിച്ചാൽ ക്ഷിതിഗർഭയുടെ ശക്തി വീണ്ടും 20% കൂടി വർദ്ധിക്കും. അതുകൊണ്ട്
ഞങ്ങളൊരു തീരുമാനമെടുത്തു. നീ ആ ബ്രഷ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും ക്ഷിതിഗർഭയ്ക്ക് അത് തിരിച്ചു പിടിക്കാനാവില്ല. ആ ബ്രഷ് നമുക്ക് സുരക്ഷിതമാക്കി വെക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മാർക്ക്, ഈ യുദ്ധം നടന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ ഈ ഹോളി റീജിയനിലെ എലൈറ്റ് സേനയും നിങ്ങളുടെ ആ ഹ്യൂമൻ റേസ് വാച്ച് തമ്മിൽ ഒരു അലൈൻമെന്റിന്റെ കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സേന ശരിക്കും കാര്യക്ഷമമായി പരിശീലിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. നിങ്ങൾക്കൊരു കോർഡിനേഷന്റെ കുറവുണ്ട്. അത് മാറ്റാൻ ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രേറ്റ് കുടുംബങ്ങളിൽ നിന്ന് എൽഡേഴ്സ് നിങ്ങളുടെ ഹ്യൂമൻ റേസ് വാച്ചിലേക്ക് വരും. ഇവിടെയുള്ള എൽഡേഴ്സ് വന്ന് ആ ഹ്യൂമൻ റേസ് വാച്ചിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടുകൂടി അവർക്കിടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകും. ആ ജനറൽ ക്യൂസൻ ആ രണ്ട് കാര്യങ്ങളും പറഞ്ഞതും ഇത്രയും നേരം നിശബ്ദനായിരുന്ന മാർക്ക് ഫെല്ലർ എണീറ്റു. മാർക്ക് ഫെല്ലർ അവരെല്ലാവരെയും നോക്കിയിട്ട് ജനറലോട് പറഞ്ഞു, മിസ്റ്റർ ജനറൽ, നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ആ ഗോസ്റ്റ് ബ്രഷിനെ കുറിച്ചാണ്. ക്ഷിതിഗർഭ യുദ്ധത്തിനിടയിൽ എന്നോടൊരിക്കലും ബ്രഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അത് നിങ്ങൾ കൈ നിട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഹ്യൂമൻ റേസിൻ്റെ ആളുകൾക്കിടയിൽ കോർഡിനേഷൻ ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ കോർഡിനേഷൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഈ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ആളുകളെ ഹ്യൂമൻ റേസിലേക്ക് കൊണ്ടുവരാം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. അങ്ങനെ നിങ്ങളുടെ ആളുകൾ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ആളുകൾ വന്നാൽ ആ നിമിഷം നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാവരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകും. കാരണം എന്തെന്നറിയാവോ? നിങ്ങളെ അവർക്ക് അത്ര വെറുപ്പാണ്. അതുകൊണ്ട് ആ കോർഡിനേഷനെ കുറിച്ച് ആലോചിക്കേണ്ട. മൂന്നാമതായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എടോ, പോയി ചാവട. ശരിക്കും ഹോളി റീജിയന്റെ എല്ലാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിശക്തൻ എന്ന് പറയുന്ന ആ ജനറലുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മാർക്ക് ഫെല്ലർ ആ വാചകം പറയുമെന്ന് ഒരാളും കരുതിയിരുന്നില്ല. ടിയാൻഷി ബ്ലാക്കിന്റെ ഉള്ളിലുണ്ടായ പുഞ്ചിരി ശരിക്കും നമുക്ക് അയാളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ആ ഡയലോഗ് ആ ജനറലോട് പറയാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ടിയാൻഷി ബ്ലാക്കിനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടിയാൻഷി ബ്ലാക്ക് ഒരിക്കലും മാർക്കിനെ എമിലിക്ക് തത്തുല്യനായ ഒരാളായി കണ്ടിരുന്നേയില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി മാർക്കിൻ്റെ ആ വളർച്ച ടിയാൻഷി ബ്ലാക്കിനെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മാർക്കിനോടുള്ള ടിയാൻഷി ബ്ലാക്കിന്റെ സമീപനത്തിലും കാതലായ മാറ്റം വന്നിട്ടുണ്ട്. ടിയാൻഷി ബ്ലാക്കിന്റെ പൊട്ടിച്ചിരി പുറത്തേക്ക് വന്നിട്ടില്ല. ആ ചിരി അയാൾ കൈകൾ കൊണ്ട് അമർത്തി പിടിച്ചെന്ന് പറയാം. പൂർണ്ണ നിശബ്ദതയാണ് ഇപ്പോൾ ഹാളിൽ. ആ മീറ്റിംഗിൽ ആ ജനറലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മാർക്ക് ഫെല്ലർ ആ വാചകം പറയുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആ ജനറലും കരുതിയിരുന്നില്ല. അയാൾ പെട്ടെന്നാണ് അയാളെ കൈ ഒന്ന് അനക്കിയത്. അയാൾ കൈ അനക്കിയതും അതിശക്തമായ ഒരു ഫോഴ്സ്, ഒരു പ്രഷർ മാർക്കിന്റെ ബോഡിയിൽ അടിച്ചു. ആ ഫോഴ്സ് മാർക്കിന്റെ പുറത്ത് കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് എത്തിയത്. അങ്ങനെ എത്തുമ്പോൾ മാർക്കിനുണ്ടാകുന്ന മാറ്റം നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവിടെ വിസിബിളാണ്. മാർക്കിന്റെ ബോഡി കിടികിട പൊട്ടുന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാം. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ആ പ്രഷറിൽ ഞെരിഞ്ഞമരുകയാണ്. പക്ഷെ അതേ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിൽ ആ ഹാർട്ട് ഓഫ് ഓഷൻ അതിന്റെ നീല പ്രകാശവും നീല വെള്ളവുമായി ആക്ട് ചെയ്ത് കഴിഞ്ഞു. മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലൂടെയും ആ നീലപ്രകാശം അങ്ങനെ കയറി ഇറങ്ങിയതും മാർക്കിന്റെ ബോഡി വീണ്ടും ശക്തി വീണ്ടെടുത്തു. പക്ഷേ മുഴുവൻ ശക്തിയും വീണ്ടെടുത്തു എന്ന് ചോദിച്ചാൽ ഇല്ല. മാർക്ക് ആ നിമിഷത്തിൽ കൊല്ലപ്പെടേണ്ടതാണ്. മാർക്ക് കൊല്ലപ്പെട്ടില്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് എണീറ്റ് നിന്നപ്പോൾ ആ ജനറൽക്ക് മനസ്സിലായി. ജനറൽ വീണ്ടും മാർക്കിനെതിരെ കൈ ഉയർത്തിയതും ഒരു പ്രകാശം മാർക്കിനെതിരെ പാഞ്ഞു വന്നു. പക്ഷെ ആ നിമിഷത്തിൽ ആ പ്രകാശത്തെ ഒരു സോഡ് ലൈറ്റ് കട്ട് ചെയ്തു. ആ സോഡ് ലൈറ്റ് ആ പ്രകാശത്തെ കട്ട് ചെയ്തതും സകലരും അമ്പരപ്പോടെ തിരിയുമ്പോൾ അവർ കാണുന്നത് ആ കുനാൻ സെക്ഷന്റെ ലീഡർ സു ഷിങ്ങിനെയാണ്. സു ഷിങ്ങിന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാള് ചൂണ്ടിക്കൊണ്ട് സൂഷിങ് അകത്തേക്ക് കടന്നപ്പോൾ സൂഷിങ്ങിന്റെ കൂടെ ആ ലേഡിയുമുണ്ട്. ഡിവൈൻ നൈറ്റ് സെക്ഷന്റെ ആ സുന്ദരിയായ ആ ലേഡി, അവരും അവരുടെ സംഘാംഗങ്ങൾ കൂടി അകത്തേക്ക് പ്രവേശിച്ചു. സൂഷിങ് തന്റെ ആക്ടിവിറ്റിയിൽ കയറി എതിർത്തത് ജനറൽ കണ്ടു. ജനറൽ വാ തുറക്കാൻ പോയതും സൂഷിങ് ജനറലോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ എല്ലാമാണ് മാർക്ക് ഫെല്ലർ. അവൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഹോളി റീജിയനിലെ ഒട്ടുമുക്കാൽ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു. എന്നിട്ടും
നിങ്ങൾ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. സൂഷിങ്, ഈ ടെൻഷനിൽ കയറി എന്റെ അധികാരത്തിൽ ഇടപെടാൻ നിനക്കാരാ അധികാരം നൽകിയത്? ജനറൽ ക്യൂ സൺ അത് ചോദിച്ചതും സൂഷിങ് അയാളോട് പറഞ്ഞു, ആരാ അധികാരം നൽകിയതെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഈ വാള് കൊണ്ടങ്ങ് നോക്കിയാലോ. ജനറൽ വലിയ ശക്തനാണല്ലോ. ആ ജനറലുടെ ശക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് സൂഷിങ് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വലിയൊരു പ്രതലം സൃഷ്ടിക്കപ്പെട്ടു. ഒരു ക്രിസ്റ്റൽ കൊണ്ടുള്ള പ്രതലം. സൂഷിങ്ങും അതുപോലെ ആ ജനറലും ആ പ്രതലത്തിന്റെ ഉള്ളിലായി. മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ സൂഷിങ് അതിവേഗം സൃഷ്ടിച്ച ആ പ്രതലത്തിന് ഒരു ക്രിസ്റ്റലിന്റെ രൂപമാണ്. ആ രൂപം ഒരു വലിയ ഏരിയ കവർ ചെയ്യുകയാണ്. ശരിക്കും ഈ രൂപം സൃഷ്ടിക്കപ്പെട്ടതും ആ സ്ഫടികം സൃഷ്ടിക്കപ്പെട്ടതും ആ സ്ഫടികം ആ വാതിൽ വഴി പുറത്തേക്ക് നീങ്ങുന്നതും ഒരേ നിമിഷത്തിലാണ്. ആ ഹാളിനകത്തുള്ള എൻ്റെ ആളുകളും ആ സ്ഫടികത്തെ ഫോളോ ചെയ്തു. തുറസായ പ്രതലത്തിലേക്ക് സൂഷിങ്ങും അതുപോലെ ജനറലും എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും മുഖാമുഖം നിൽക്കുകയാണ്. പെട്ടെന്ന് രണ്ടുപേരും അവരുടെ വാളുകൾ ഒന്ന് ആഞ്ഞു വീശി. സോൾലൈറ്റുകൾ ആ ക്രിസ്റ്റലിനകത്ത് തലങ്ങും വിലങ്ങും പായുന്ന അത്ഭുതകരമായ കാഴ്ച പുറത്തേക്കുന്ന ആളുകൾക്ക് കാണാം. അതിശക്തരായ ആ രണ്ട് യോദ്ധാക്കളും ഏകദേശം ഒരു 5 മിനിറ്റോളം അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ മഴവില്ലുകളും ഇടിമിന്നലുകളും ശബ്ദമൊക്കെ ആ ക്രിസ്റ്റലിനകത്ത് ദൃശ്യമാകുന്നത് പുറത്തു നിൽക്കുന്ന ആളുകൾ കാണാം. പക്ഷേ പുറത്തൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആ ക്രിസ്റ്റൽ അങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞതും ആ ജനറൽ യുദ്ധം മതിയാക്കി. അത് കണ്ടതും ആ ക്രിസ്റ്റൽ റിമൂവ് ചെയ്തുകൊണ്ട് സൂഷിങ് ആ ജനറലിനൊപ്പം വീണ്ടും അവർക്കിടയിലേക്ക് വന്നു. അവർക്കിടയിലേക്ക് വരുമ്പോൾ സൂഷിങ് ഉറക്കെ പറഞ്ഞു, ഇവിടെ മാർക്ക്ഫെല്ലിന്റെ മുകളിൽ ശക്തി ഉപയോഗിച്ച് വിജയിച്ചു കളയാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. മാർക്കിനെ എതിരിടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് എതിരിടാം. മാർക്കുമായി നേരിട്ട് എതിരിടാൻ ഇവിടെ ഷൈൻ ഉണ്ടല്ലോ, ഷൈൻ എതിരിടട്ടെ. ഷീ കുടുംബത്തിന്റെ ഷൈനും മാർക്ക് ഫെല്ലറും തമ്മിൽ ഒരു കരാറുണ്ട്. എമിലി ബ്ലാക്കുമായി ബന്ധപ്പെട്ടാണ് ആ കരാറുള്ളത്. 100 വർഷം മാർക്കിന് വേണ്ടി കാത്തിരിക്കാമെന്ന് അന്ന് ഷൈൻ പറഞ്ഞതാണ്. അതിനിടയിൽ ഷൈൻ ഒരു കാരണവശാലും മാർക്കിനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് അന്ന് ഷൈൻ വാക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ മാർക്ക് ഫെല്ലർ പരിക്കേറ്റിരിക്കുകയാണ്. ഷൈനെ പോലൊരു വ്യക്തി ഈ സമയത്ത് മാർക്കിനെ എന്തായാലും അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ഷൂഷിങ്ങിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷൂഷിങ് ആ വാക്ക് പറഞ്ഞത്. പക്ഷെ ഷൂഷിങ്ങിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഷൈൻ അവൻ്റെ അടുത്തിരിക്കുന്ന മാസ്റ്റർ നോക്കി മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ മാർക്കിനെ നേരിടും. ഷൈൻ്റെ അടുത്തിരിക്കുന്ന ലീമാൻ അത് കേട്ടതും സന്തോഷത്തോടെ ചാടി എണീറ്റു. ലീമാൻ കാലങ്ങൾക്ക് മുമ്പേ മാർക്കിനെ നോക്കി വെച്ചതാണ്. മാർക്കിനെ അവസാനിപ്പിക്കാൻ അയാൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നിരുന്നില്ല. ഇപ്പൊ ഇതാ അയാളുടെ കയ്യിലേക്ക് മാർക്കിനെ വെച്ചു കൊടുത്തിരിക്കുകയാണ്. മാർക്കിനെ അവസാനിപ്പിക്കാൻ കിട്ടിയ ഈ അവസരം എന്തു വില കൊടുത്തും ഉപയോഗപ്പെടുത്തണമെന്ന് ലീമാൻ തീരുമാനിക്കുമ്പോൾ മാർക്കിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഷൈൻ, നീ ഒരു പേടിത്തൊണ്ടനാണെന്നുള്ള കാര്യം ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞിരുന്നില്ല. കഷ്ടമായി പോയി. കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീ ഒരുപാട് സമയം എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി നീ എല്ലാം മറന്നുപോയെന്നു. ഷൈൻ, ഞാൻ കാത്തിരുന്നത് വെറുതെ ആയല്ലോ. ഒരു പേടിത്തൊണ്ടനെ ഞാൻ കാത്തിരുന്നു എന്നൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ അതിന് നാണക്കേട് എനിക്കാണ്. ഇനിയിപ്പോ എന്താ പറയാ, നിന്റെ പേടി നിന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നല്ലേ. മാർക്ക് ഫെല്ലർ കിട്ടിയ അവസരത്തിൽ ഷൈൻ്റെ മുകളിൽ ആണി അടിക്കുമ്പോൾ ഷൈൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പേടിയുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ആദ്യം ഞാനുമായി എതിരിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിക്കും. ഹോഹോ, അതാണോ കാര്യം? അതിനാണോ ഈ കിളവനെ ഞാൻ എതിരിടേണ്ടത്? ലീമാൻ വലിയ മാസ്റ്ററാണ്. 4th ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ അതിശക്തമായ യോദ്ധാവാണ്. ആ ആളെയാണ് കിളവൻ എന്ന് പറഞ്ഞ് മാർക്ക് ഫെല്ലർ സംബോധന ചെയ്തത്. ശരിക്കും അത് ലീമാൻ ഇട്ട് കൊണ്ടു. ലീമാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അയാളുടെ കൈ ഒന്ന് ചലിപ്പിച്ചതും അയാളുടെ കയ്യിൽ നിന്ന് അനവധി ശരങ്ങൾ മാർക്ക് ഫെല്ലർക്കെതിരെ പാഞ്ഞു വന്നു. ശരിക്കും ആ ശരങ്ങൾ വെടിയുണ്ടകൾ പോലെയാണ് പാഞ്ഞു വരുന്നത്. പക്ഷെ അത് മാർക്കിന്റെ ഒരൊറ്റ ആക്ഷനിൽ അവിടെ കട്ടാവുകയും ചെയ്തു. മാർക്കിന്റെ വലത് കൈയിൽ എപ്പോഴാണ് ആ ഗ്രീൻ സോഡ് കടന്നു വന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മാർക്ക് കൈയൊന്ന് അനക്കിയതും മാർക്കിന്റെ കയ്യിലെ ആ ഗ്രീൻ സോഡ് ആ മൊത്തം അമ്പുകളെയും വെട്ടി മുറിച്ച് അങ്ങ് തള്ളിയെന്ന് പറയാം. ഒരു പച്ചപ്രകാശം ഇങ്ങനെ കടന്നു പോകും പോലെ ആൾക്ക് തോന്നിയെന്നേ ഉള്ളൂ. ലീമാൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ നിന്റെ ആ സോഡ് ഉപയോഗിച്ച് ചില മാന്ത്രിക ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ മാർക്ക്, ഫുൾ പവറിന് മുകളിൽ അതൊന്നുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട്
ലീമാൻ മുന്നോട്ട് കുതിച്ചു. ശരിക്കും അയാളുടെ ഫിസിക്കൽ ബോഡിയിൽ വലിയൊരു വിശ്വാസമുണ്ട്. അയാൾ മുന്നോട്ട് കുതിക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലറുടെ കയ്യിലിരുന്ന ആ വാളങ്ങ് അപ്രത്യക്ഷമായി. മാർക്കിന് ഏറെ പ്രിയമുള്ള ആ കാര്യം ഇതാ സംഭവിക്കാൻ പോവുകയാണ്. ഫിസിക്കൽ ബോഡി കൊണ്ടുള്ള ആ യുദ്ധം. തന്റെ ഫിസിക്കൽ ബോഡി എത്രത്തോളം ശക്തമായെന്ന് അറിയാൻ മാർക്കിന് ഒരു ആഗ്രഹമുണ്ട്. മാർക്കും മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ചു വരുന്ന ലീമാൻ അതിശക്തമായി മാർക്കിനെ ഒരക്ഷയിടി മാർക്കിന്റെ നെഞ്ചിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ലീമാൻ ആഞ്ഞങ്ങ് ഇടിച്ചത്. ആ ഇടി മാർക്കിന്റെ നെഞ്ചിൽ പതിക്കുന്നതിന് തൊട്ടു മുന്നേ ഒരു സംഭവം ഉണ്ടായി. മാർക്കിന്റെ വലത് കൈ ലീമാന്റെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ആ കൈ കൊണ്ട് മാർക്ക് ലീമാനെ എടുത്തിങ്ങനെ ഉയർത്തി. ഒരു എലിക്കുഞ്ഞിനെ എടുത്ത് ഉയർത്തി പിടിക്കും പോലെ മാർക്ക് ഫെല്ലർ ലീമാന്റെ കഴുത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വായുവിൽ അങ്ങനെ എടുത്തുയർത്തുമ്പോൾ ഞെട്ടിയത് ആ എൻറ്റിയർ സദസ്സുമാണ്. ലീമാൻ 4th ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ അതിശക്തനായ യോദ്ധാവാണ്. ടിയാൻഷി ബ്ലാക്കിനെ പോലെ ശക്തനാണ്. ആ ലീമാനെയാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ ചെവി പിടിച്ചെടുത്ത് ഉയർത്തും പോലെ മാർക്ക് ഫെല്ലർ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. മാർക്ക് ആ കഴുത്തിൽ പതുക്കൊന്ന് സ്പർശിച്ചിട്ട് അയാളെ ഒരൊറ്റയേറി. അയാൾ അവിടെ വെച്ച് കൊന്നാൽ ശരിയാകില്ല എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. അവിടെ ഇരിക്കുന്ന ആ എലൈറ്റ് കാറ്റഗറിയിലെ എല്ലാവരും കൂടി അങ്ങനെ മാർക്ക് ചെയ്താൽ മാർക്കിനെ വേട്ടയാടും. അതറിയാവുന്ന മാർക്ക് ആ ലീമാനെ തറയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നാണക്കേട് കൊണ്ട് വീണ്ടെടുത്തുനിന്ന് എണീക്കാനുള്ള ശക്തി പോലും ലീമാനെ ഇല്ലെന്ന് പറയാം. ലീമാൻ വലിയ മാസ്റ്ററായിട്ടൊക്കെ നിന്ന ആളാണ്. ആ ലീമാനാണ് മാർക്കിനെ ഇടിച്ചപ്പോൾ മാർക്ക് ആ ഇടിന്ന് ഒഴിഞ്ഞിട്ട് കൂളായിട്ട് അയാളെ കഴുത്തി തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയുന്നത്. ഇത് കണ്ട ഷൈൻ എണീറ്റു. ഹേ മാർക്ക് ഫെല്ലർ, അത് ശരി, അപ്പൊ നിനക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? സാരമില്ല, നിന്റെ ഈ അഹങ്കാരം അത് ഞാനിപ്പോ തീർത്തു തരാം. അങ്ങനെ പറഞ്ഞിട്ട് ഷൈൻ കൈയൊന്ന് ഉയർത്തിയതും ആ കൈയുടെ മുന്നിൽ ഒരു കൂറ്റൻ മല പ്രത്യക്ഷപ്പെട്ടു. വെനറബിൾ 5th മൗണ്ടനാണ് ശരിക്കും ഷൈൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മാർക്കിന്റെ കയ്യിൽ ഒരുപാട് നാളായി ഉണ്ടായിരുന്ന ആ വെനറബിൾ 5th മൗണ്ടനും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ആ ഗ്ലൗസ് ഉണ്ടാക്കിയത്. ആ ഗ്ലൗസ് മാർക്ക് എമിലി ബ്ലാക്കിനെ വിട്ടുകൊടുക്കുന്നതിന് പകരമായി ടിയാൻഷി ബ്ലാക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ആ ഗ്ലൗസ് ടിയാൻഷി ബ്ലാക്ക് ഷീ കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ അത് ഷൈൻ്റെ കയ്യിലെത്തിയതാണ്. ആ ഗ്ലൗസിന്റെ ഭാഗമാണ് വെനറബിൾ 5th മൗണ്ടൻ. അത് പെട്ടെന്ന് മാർക്കിന് മുകളിൽ ഒരു പ്രഷറായി മാറി. ആ വെനറബിൾ 5th മൗണ്ടനെയാണ് ഷൈൻ എടുത്ത് മാർക്കിന് നേരെ പിടിച്ചത്. അതിശക്തമായ പ്രഷർ സ്വാഭാവികമായിട്ടും മാർക്കിന് മുകളിലുണ്ടായി. ഒറ്റ അറ്റാക്കിൽ മാർക്കിനെ അവസാനിപ്പിക്കണം, അതാണ് ഷൈൻ്റെ ലക്ഷ്യം. പക്ഷേ മാർക്ക് ഷൈനെ അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ആ മലയുടെ മുകളിലൂടെ ഷൈൻ്റെ തൊട്ടുമുന്നിലെത്തി. എങ്ങനെ മാർക്ക് ആ മലയുടെ മുകളിലൂടെ തൊട്ടുമുന്നിലെത്തി എന്ന് ചോദിച്ചാൽ ഷൈൻ അറിയില്ല എന്നാണ് സത്യം. തൻ്റെ തൊട്ടുമുന്നിൽ ഷൈൻ മാർക്കിനെ കണ്ടപ്പോൾ മാർക്കിൻ്റെ മുന്നിലേക്ക് അയാൾ പ്രസ് ചെയ്ത ആ 5th മൗണ്ടൻ അയാൾ പെട്ടെന്ന് പിൻവലിച്ചു. ഹേയ് മാർക്ക്, നിന്റെ സ്പേഷ്യൽ ടെക്നോളജി കൊള്ളാമല്ലോ. മാർക്ക് വളരെ ഭംഗിയായി സ്പേസ് ഉപയോഗിച്ചിരിക്കുകയാണ്. ആ മലയിൽ തൊടാതെ അതിനെ ശല്യം ചെയ്യാതെ മാർക്ക് ഫെല്ലർ ആ മല പോലും അറിയാതെ ആ മലക്കിടയിലൂടെ ഷൈൻ്റെ മുന്നിലെത്തുകയായിരുന്നു. ഷൈൻ ആ വാചകം പറയുമ്പോഴേക്കും മാർക്കിൻ്റെ പഞ്ച് ഷൈൻ്റെ പുറത്ത് വീണിരുന്നു. പക്ഷേ ഷൈൻ വളരെ കൂളായിട്ട് ആ പഞ്ച് അങ്ങ് തടുത്തു. മാർക്കും ഷൈൻ തമ്മിൽ ഒരു സംഘടന, അതും ഫിസിക്കൽ കരുത്ത് വെച്ച് പതുക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 4-5 റൗണ്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കാണും. ഓരോ തവണ ഷൈൻ മാർക്കിനെ ഇടിക്കുമ്പോഴും മാർക്കിന് ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. ഷൈൻ ശരിക്കും പവർഫുള്ളാണ്. 5 എലമെന്റ്സും അവിടെ ഷൈൻ ഉപയോഗിക്കുകയാണ്. തടിയും മണ്ണും തീയും വെള്ളവും മെറ്റലും ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട്. ആ 5നെയും 5 പാത്ത് ഓഫ് ഹെവനുകളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഷൈൻ. ഷൈൻ അതുപയോഗിച്ചാണ് മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. മാർക്ക് ഫെല്ലർ അവിടെ രക്ഷപ്പെടാനായി ആ സിംഗിൾ ഫ്രെയിം ആക്ടിവിറ്റീസാണ് ഉപയോഗിക്കുന്നത്. സിംഗുലാരിറ്റി എന്ന് പറയുന്ന ആ ഫ്രെയിം ശരിക്കും അനവധി ഫ്രെയിമുകളുടെ ഒരു വലിയ ശൃംഖലയാണ്. അനവധി ഫ്രെയിമുകൾ എന്ന് പറയുമ്പോൾ 10,000-കണക്കിന് ഫ്രെയിമുകളാണ്. മാർക്കിനും ഷൈനും ഇടയിൽ മാർക്ക് അതിവേഗ ഫ്രെയിമുകൾ സൃഷ്ടിക്കുമെങ്കിലും ശക്തമായ ആ ഷൈൻ്റെ പഞ്ചിൽ ആ ഫ്രെയിമുകൾ അതിവേഗം തകരും. മാർക്കും ഷൈനും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു മുഖാമുഖം യുദ്ധം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എ ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.